സാംസ്കാരിക ചലച്ചിത്ര വൈജ്ഞാനിക രംഗത്ത് പ്രശസ്തനായ ശ്രീ ഐ ഷൺമുഖദാസ് തൃശൂർ ഗവൺമെന്റ് കോളേജ് അധ്യാപകനായാണ് വിരമിച്ചത്. ഇദ്ദേഹം വിദ്യാർത്ഥി ജീവിതകാലം മുതൽ തന്നെ ഫിലിം സൊസൈറ്റി അംഗമാവുകയും പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ചലച്ചിത്ര സംബന്ധിയായ ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചു വരുന്നു. 1999 മികച്ച ചലച്ചിത്ര നിരൂപകനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1996 2013 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ സാഹിത്യ നിരൂപണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് സ്വന്തം. ഈ പാനൽ ചർച്ചയുടെ മോഡറേറ്റർ ഡോക്ടർ വി മോഹനകൃഷ്ണനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഇദ്ദേഹവും ഫിലിം സൊസൈറ്റി വഴിയാണ് ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. വയനാട്ടിലെ മഴ, സിനിമ കാണും ദേശങ്ങൾ തുടങ്ങിയ ചലച്ചിത്ര പഠന ഗ്രന്ഥങ്ങളുടെ രചയിതാവും നിർമാല്യം വെളിച്ചപ്പെട്ട കാലം എന്ന പുസ്തകത്തിൻ്റെ എഡിറ്ററുമാണ്. മാടമ്പിൻ്റെ തിരക്കഥകൾ എന്ന പാനൽ ചർച്ചയിലേക്ക് മൂവരെയും സാദരം ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിക്കാൻ ഡോക്ടർ സാവിത്രി ദിവാകരനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. മാടമ്പ് ഓർമ്മ 2025 ഈ പരിപാടിയുടെ 2ാമത്തെ സെഷനായ സിനിമാ വിചാരത്തിൻ്റെ ഒരു പാനൽ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ 3ാമത്തെ പരിപാടിയായ ഈ പരിപാടി ഓരോ വർഷവും മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള വിവിധ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. 2023 സാഹിത്യരംഗത്തെ സംഭാവനകൾക്ക് പ്രാധാന്യം നൽകിയെങ്കിൽ 2024 അദ്ദേഹത്തിൻ്റെ ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര രംഗത്തെ സംഭാവനകൾക്ക് പ്രാധാന്യം നൽകിയുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഈ പാനൽ ചർച്ചയിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ ശ്രീ MC രാജനാരായണൻ, പത്രപ്രവർത്തകൻ, കഥാകൃത്ത്, ചലച്ചിത്ര നിരൂപകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയൻ, മികച്ച സിനിമാ നിരൂപകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന, ദേശീയ, രാജ്യാന്തര ജൂറി അംഗം, നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷന് വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്തുകൊള്ളു. ശ്രീ ഷൺമുഖദാസ് സാർ അധ്യാപകനായി വിരമിച്ചു. മികച്ച ചലച്ചിത്ര നിരൂപകനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. സത്യജിത് റേയുടെ ചലച്ചിത്രങ്ങളെക്കുറിച്ചുള്ള പുസ്തകത്തിന് മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. കേരള സംസ്ഥാന അക്കാദമിയുടെ വിലാസിനി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷന് വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്തു. വി മോഹനകൃഷ്ണൻ സർ, ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ, വയനാട്ടിലെ മഴ, നിർമാല്യം വെളിച്ചപ്പെട്ട കാലം തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭരത് മുരളി പുരസ്കാരം, മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിലുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. മികച്ച ലേഖനത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, മികച്ച ഫിലിം സൊസൈറ്റി പ്രവർത്തനമുള്ള കോട്ടയം ന്യൂ വേവ് സൊസൈറ്റിയുടെ പ്രഥമ പുരസ്കാരം ഇവ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷന് വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്തു. കൂടാതെ അതിഥികളെ ആദരിക്കുന്ന ശ്രീമതി ഇന്ദിരാ വാസുദേവൻ, നന്ദി പറയുന്ന VN സ്മിത എന്നിവരെയും ഔപചാരികതയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാഗതം പറഞ്ഞ ഡോക്ടർ സാവിത്രി, മുമ്പത്തെ സെഷനിൽ പങ്കെടുത്ത ശ്രീ PT കുഞ്ഞുമുഹമ്മദ്, ശ്രീ G ഉണ്ണികൃഷ്ണൻ, വേദിയിൽ എന്നോടൊപ്പമുള്ള ശ്രീ MC രാജനാരായണൻ, പ്രൊഫസർ ഐ ഷൺമുഖദാസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന സിനിമാ നടനെയും എഴുത്തുകാരനെയും
വളരെ ദൂരെ നിന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പേ അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞങ്ങൾ അടുത്ത് സംസാരിക്കുന്നത് ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നൊക്കെ. എൻ്റെ സുഹൃത്തായ ദിവാകരൻ്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവാണ്. അങ്ങനെ ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിർമ്മാല്യത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം റിലീസ് ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. ഞാനും ദിവാരനും കൂടി ഇവിടെ വെച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പം അദ്ദേഹം അന്ന് ചോദിച്ചൊരു ചോദ്യം, നിർമ്മാല്യം അത്ര വലിയ സിനിമയാണോ എന്നാണ് ചോദിച്ചത്. ഞാനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, വരാം എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു പരിപാടി. അദ്ദേഹം വളരെ നേരത്തെ വന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ തന്നെയായ മറ്റേ മംഗലത്തേരി മനയിലെ നാരായണൻ നമ്പൂതിരി, പിന്നെ പകരാവൂര് ജയൻ നമ്പൂതിരി, അവരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി കറങ്ങി പരിപാടി 1 മണിക്കൂർ മുമ്പ് തന്നെ അദ്ദേഹം തിയേറ്ററിലെത്തി. പക്ഷെ വളരെ അസ്വസ്ഥനായ അദ്ദേഹം അവിടെ ഒപ്പം വന്ന ദിവാറിനടക്കമുള്ളവരോടൊക്കെ കലഹിച്ച് പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങിപ്പോയി. അതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷം ഞങ്ങൾ നേരിട്ട് പിന്നീട് സംസാരിക്കുകയുണ്ടായില്ല. എന്നാൽ അദ്ദേഹം എന്തോ വളരെ അസ്വസ്ഥനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയനൊക്കെ ആയിട്ട് വളരെ ശബ്ദം കൂടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു. പക്ഷേ ഈ മാടമ്പിനെ എൻ്റെയൊക്കെ കോളേജ് കാലം മുതലേ എനിക്കറിയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ കാലത്തൊക്കെ ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും ഈ സമാന്തര സിനിമ, നേരത്തെ സമാന്തര സിനിമ, മധ്യവർത്തി സിനിമ, കച്ചവട സിനിമ, ഇതിനെക്കുറിച്ചൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാവുന്ന വർത്തമാനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സമാന്തര സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ ഒരു സിനിമയായിരുന്നു അശ്വത്ഥാമാവ്, KR മോഹൻ്റെ സിനിമ. ആ സിനിമയുടെ കഥാകൃത്ത് എന്ന നിലയ്ക്കും അതിൽ പിഞ്ചുണ്ണിയെ അവതരിപ്പിച്ച ആളെന്നുള്ള നിലയ്ക്കും മാടമ്പിനെ ആ രീതിയിൽ അന്ന് മുതലേ അറിയാം. CN കരുണാകരനാണ് അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത്. അതിൽ മാടമ്പിൻ്റെ ആ മുഖം വളരെ ക്ലോസപ്പിൽ കാണിക്കുന്ന ഒരു പോസ്റ്ററൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ മാടമ്പിനെ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നോവലൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് വായിക്കുന്നത്. ഈ അശ്വത്ഥമാവിലേക്ക് എത്തുന്ന അശ്വത്ഥമാവ് സിനിമ വഴിയാണ് എന്ന് പറയാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ വേറെ കുറേ ലേഖനങ്ങൾ വായിച്ചു, നോവലുകൾ വായിച്ചു. അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ പ്രത്യേകിച്ച് ആനകളെക്കുറിച്ചുള്ള പരിപാടിയൊക്കെ വളരെ കൗതുകത്തോടു കൂടി കാണാറുണ്ടായിരുന്നു. സിനിമയിൽ അദ്ദേഹത്തിൻ്റെ റോളുകൾ പലപ്പോഴും വളരെ രസകരമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മാടമ്പിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ധാരണ. മാടമ്പിൻ്റെ തിരക്കഥയെക്കുറിച്ച് ഞാൻ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് ദിവാകരൻ ഇങ്ങനെ ഒരു ദൗത്യം എന്നിൽ ഏൽപ്പിച്ചപ്പോഴാണ്. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം, ഈ തിരക്കഥ എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രത്യേക അസ്തിത്വമുള്ള ഒരു കലാരൂപമാണോ എന്നുള്ളതാണ്. തിരക്കഥയെ മാത്രമായി നമുക്ക് പഠിക്കാൻ കഴിയുമോ? സിനിമയിലൂടെ അല്ലാതെ ഒരു തിരക്കഥയ്ക്ക് എത്രമാത്രം അസ്തിത്വമുണ്ട് എന്നുള്ളൊരു കാര്യം ആണ് ഞാൻ ആലോചിച്ചത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ മാടമ്പിൻ്റെ ഒരു തിരക്കഥയും ലഭ്യമല്ല. പുസ്തകരൂപത്തിൽ ഒരു തിരക്കഥയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളൊരു പ്രവണത തന്നെ യഥാർത്ഥത്തിൽ മലയാളത്തിൽ തുടങ്ങി വെച്ചത് MT ആയിരിക്കും എന്ന് തോന്നുന്നു. MTയുടെ തിരക്കഥകൾ നമുക്ക് വായിച്ച് രസിക്കാൻ പറ്റുന്ന ഒരു രൂപം അതിനകത്തുണ്ട്. നോവൽ പോലെ തന്നെ പുഴയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുറപ്പെണ്ണൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ അത് വായിച്ച് നമുക്കൊരു നോവൽ പോലെ ആസ്വദിക്കാൻ പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ വായിച്ച് ആസ്വദിക്കുന്നതാണോ തിരക്കഥ? അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് തിരക്കഥ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയായി മാറുമ്പോഴാണ് ഒരു തിരക്കഥയ്ക്ക് യഥാർത്ഥത്തിൽ പ്രസക്തി ഉണ്ടാവുന്നത്. അതിനു മുമ്പ് തിരക്കഥ എന്നുള്ളത് ഒരു ടെക്സ്റ്റ് മാത്രമാണ്. തിരക്കഥയെക്കുറിച്ചുള്ള പല എന്താ പറയുക, അതിൻ്റെ വിലയിരുത്തലുകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡെഫിനിഷനൊക്കെ തന്നെ ഉള്ളത് സിനിമയ്ക്ക് മുമ്പുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെയാണ്. സിനിമ രൂപപ്പെടുത്താൻ സംവിധായകനെ സഹായിക്കുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് എന്നോ വായിക്കാവുന്ന സിനിമ എന്നോ, അതിന് പല രീതിയിൽ എന്തൊക്കെ തന്നെ ആയാലും സിനിമയിലേക്ക് സംവിധായകനെ നയിക്കുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് പല രീതിയിലുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇപ്പോൾ അതിന് സംഗീതമുണ്ട്, ഫോട്ടോഗ്രാഫി വരുന്നുണ്ട്, എഡിറ്റിംഗ് വരുന്നുണ്ട്.
ഏതെങ്കിലും ഒരു സിനിമയിലെ എഡിറ്റിങ്ങിനെ കുറിച്ച് മാത്രം നമുക്കൊരു പുസ്തകത്തിൽ വായിക്കാൻ പറ്റില്ല. കാരണം പുസ്തകത്തിൽ വായിച്ചതുകൊണ്ട് കാര്യമില്ല, എഡിറ്റിംഗ് എന്താണെന്ന് ആ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ തിരക്കഥ എന്നുള്ളതിന് അങ്ങനെ വലിയൊരു പരിമിതി ഉണ്ട്. ഈ തിരക്കഥ ഉണ്ടായി വന്നതിന് തന്നെ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, ഷൂട്ടിങ് വളരെ എളുപ്പത്തിലാക്കി മാറ്റാനുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ലൊക്കേഷൻ, ഈ ഒരു ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നടക്കും, പല സീനുകളായിട്ടായിരിക്കും വരുന്നത്, പല കാലങ്ങളിലായിരിക്കാം. ഇതൊക്കെ കൂടി ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു യാന്ത്രിക സംവിധാനം എന്നുള്ളതാണ് തിരക്കഥയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്, ഈ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, ഒരു രംഗത്തിൻ്റെ ഉൾപ്പെടുന്ന മറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എഴുതി വെച്ചാൽ അതുകൊണ്ട് സംവിധായകന് കിട്ടാവുന്ന പല ഗുണങ്ങളുണ്ട്. ഇപ്പം നേരത്തെ നമ്മുടെ AI കുറിച്ചൊക്കെ സംസാരിച്ച സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തിരക്കഥ പോയിട്ട് സംവിധായകന് പോലും ഒരു വിലയില്ലാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സംവിധായകൻ തന്നെ ഇനി ആവശ്യം വന്നു എന്ന് വരില്ല. അപ്പോഴല്ലേ തിരക്കഥയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ തിരക്കഥയുടെ ഈ ഒരു രൂപത്തിൽ നമ്മുടെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തിരക്കഥ എന്ന് മലയാളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തന്നെ വളരെ കുറച്ച് കാലമായി. ആദ്യകാല സിനിമയിലൊന്നും തിരക്കഥ എന്നുള്ള ഒരു തിരക്കഥാകൃത്ത് എന്ന് പറയുന്ന ഒരാളുടെ പേരില്ല, കഥാ സംഭാഷണം മാത്രമേ ഉള്ളൂ. ഞാനതിൻ്റെ വേണമെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടി കുറച്ച് പേരുകൾ ഞാൻ പറയാം. എന്നു മുതലാണ് ഈ തിരക്കഥ നമ്മുടെ സിനിമയിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ ഉപകരിക്കുന്നത്. കുയിലാണ് യഥാർത്ഥത്തിൽ കഥയും ചലച്ചിത്ര കഥയും എന്നുള്ള രൂപത്തിലൊരു ടൈറ്റിൽ കാർഡിൽ വരും. കഥയും ചലച്ചിത്ര കഥ, അതിന് ഇംഗ്ലീഷിൽ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ എന്ന് പറയാം. രായിച്ചൻ എന്ന റൂബിൻ്റെ തന്നെ അടുത്ത തിരക്കഥയാണ്. അതിൽ കഥാ സംഭാഷണം മാത്രമേ ഉള്ളൂ. നമ്മൾ വിക്കിപീഡിയ എടുത്ത് നോക്കുമ്പോൾ അതിന് തിരക്കഥ എന്നൊക്കെ ഒരു പക്ഷേ കണ്ടേക്കും. ഞാൻ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ എന്താണ് കാണിച്ചിട്ടുള്ളതെന്നായി പറയും. ചെമ്മീനിൽ സംഭാഷണം SL പുരം എന്ന് മാത്രമേ ഉള്ളൂ. തിരക്കഥയെക്കുറിച്ച് അതിൽ പരാമർശമുണ്ട്. ഭാർഗവി നിലയം ബഷീറാണ് അതിൻ്റെ തിരക്കഥ. കഥാസംഭാഷണം എന്ന് മാത്രമേ സിനിമയിലുള്ളൂ. മുറപ്പെണ്ണ് MTയുടെ ഏറ്റവും ആദ്യത്തെ തിരക്കഥ, പ്രധാനപ്പെട്ട തിരക്കഥയായ അതിലും തിരക്കഥയില്ല, കഥാസംഭാഷണമുണ്ട്. ഓളവും തീരവും അത് തന്നെയാണ് സിനിമ. നിർമ്മാല്യത്തിൽ രചന എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്വയംവരത്തിലാണ് തിരക്കഥ എന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അതിനു മുമ്പ് ഏതെങ്കിലും സിനിമയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഉത്തരായണത്തിലും അത് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സിനിമയ്ക്കുള്ള ഒരു പ്രത്യേകത, മലയാളത്തിലെ സമാന്തര സിനിമ, കലാസിനിമയുടെയൊക്കെ രണ്ട് ഘട്ടങ്ങളാണ്, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള രണ്ട് സിനിമകളാണ് സ്വയംവരവും തിരക്കഥയും. അപ്പോൾ തിരക്കഥ എന്നൊരു സാഹിത്യ രൂപത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുന്നത്, അത് എഴുത്തുകാർ വരെ ബോധവാന്മാരാവുന്നത്, സിനിമക്കാർ ബോധവാന്മാരാവുന്ന അടുത്ത കാലത്താണ് എന്നാണ്. ഇപ്പം തിരക്കഥ എന്ന് എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു കഥ മാത്രം മതി, സംഭാഷണങ്ങളും ഉണ്ടെങ്കിൽ സിനിമയാവും എന്നായിരുന്നു നമ്മുടെ ധാരണ. അങ്ങനെയാണ് ആദ്യകാല സിനിമകൾ പലതും നാടകങ്ങളായി മാറിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉയരാവുന്ന ഒരു ചോദ്യം, നാടകം പോലുള്ള ഒരു കലാരൂപം നമ്മളൊക്കെ വായിച്ച് ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ സിനിമയുടെ തിരക്കഥയ്ക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് രണ്ടും ഏകദേശം ഒരു നാടകത്തിൻ്റെ ഒരു ഘടന സിനിമയുടെ തിരക്കഥയ്ക്കുണ്ട്. പക്ഷെ നാടകത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നാടകം ഓരോ അവതരണവും ഓരോ ടെക്സ്റ്റായി മാറുന്നു എന്നുള്ളതാണ്. പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം 50-60 കൊല്ലം മുമ്പ് അവതരിപ്പിച്ച പോലെയല്ല ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇന്ന് മാറിയ സാഹചര്യത്തിൽ, മാറിയ സമൂഹത്തിൽ, മാറിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പാട്ടബാക്കിയാവുന്നത് ഏത് നാടകമായാലും. അപ്പോൾ ഓരോ അവതരണവും ഓരോ ടെക്സ്റ്റായി മാറുന്നു എന്ന പ്രത്യേകത നാടകത്തിൽ, കഥകളിക്കുമുണ്ട്. കഥകളിയുടെ ഓരോ അവതരണവും ഓരോ ടെക്സ്റ്റാണ്, ഓരോ രീതിയിലാണ്. പക്ഷേ തിരക്കഥയെ സംബന്ധിച്ച് ഒരൊറ്റ അവതരണമേ ഉള്ളൂ. അത് സംവിധായകൻ സെല്ലുലോയിഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനത്തിൽ പകർത്തുന്നതോടുകൂടി ആ ടെക്സ്റ്റ് സ്ഥിരമാക്കപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ ടെക്സ്റ്റ് നമുക്ക് കാണാം. കാണിയുടെ ഇൻ്റർപ്രിട്ടേഷനോ വ്യാഖ്യാനങ്ങളോ മാത്രമേ ആ സിനിമയെ പിന്നെ ബാധിക്കുന്നുള്ളൂ. സ്ഥിരമായി നിൽക്കുന്ന ഒരു രൂപമാണ് ഈ സിനിമയുടെ തിരക്കഥ. വടമ്പ് പ്രധാനമായിട്ടും ഞാൻ നോക്കിയപ്പോൾ ഒരു 15 തിരക്കഥയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ 5 തിരക്കഥ
ജയരാജിന് വേണ്ടി മാത്രമാണ്. ജയരാജിൻ്റെ തിരക്കഥാകൃത്ത് എന്നുള്ളൊരു പേര് പോലും അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുണ്ട്. അശ്വത്ഥമാവിൽ അദ്ദേഹത്തിൻ്റെയാണ് സംഭാഷണം എന്നാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽസിൽ കാണുന്നത്. തിരക്കഥ പി രാമൻ നായരായിരുന്നു എഴുതിയത്. അന്നത്തെ വളരെ പ്രധാനപ്പെട്ട എഡിറ്ററും തിരക്കഥാകൃത്തുമായ പി രാമൻ നായർ. പി രാമൻ നായർ വേറൊരു തിരക്കഥയും കൂടി എഴുതിയിട്ടുണ്ട് അതേ കാലത്ത്. അത് ഏകാകിനി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അതിലുള്ളൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ MTയുടെ കഥയ്ക്ക് വേറൊരാൾ തിരക്കഥ എഴുതി എന്നുള്ളൊരു അത്ഭുതമാണ്. അത് MT എങ്ങനെ സമ്മതിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. സാധാരണ എനിക്ക് MTയുടെ കഥയ്ക്ക് വേറൊരാൾ തിരക്കഥ എഴുതുക എന്നുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാത്തതാണ്. പക്ഷെ ഇതിലങ്ങനെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ മികച്ചൊരു തിരക്കഥാകൃത്തിൻ്റെ ഒരു സിനിമയായിട്ടാണ് ഈ അശ്വത്ഥമാവ് വരുന്നത്. പിന്നീട് അദ്ദേഹം ദേശാടനത്തിലാണ് ഈ മാടമ്പ് ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ജയരാജിൻ്റെ സിനിമകൾ. പല സിനിമകളും ഉണ്ട്. അതിൽ മാടമ്പിൻ്റെ കഥയും തിരക്കഥയും ഉള്ള സിനിമകളുണ്ട്. മറ്റുള്ളവരുടെ കഥയ്ക്ക് മാടമ്പ് തിരക്കഥ എഴുതിയത്. അതിലൊക്കെ വരുന്ന ചില വ്യത്യാസങ്ങളും എങ്ങനെയാണ് അദ്ദേഹം ഓരോ സാഹചര്യങ്ങളെ സമീപിച്ചതെന്നൊക്കെ എനിക്ക് ശേഷം സംസാരിക്കുന്ന രാജനാരായണനും ശ്രീ ഷൺമുഖദാസ് മാഷും വിശദീകരിക്കുന്നുണ്ടാവും. എന്തായാലും അവർ സംസാരിച്ചതിന് ശേഷം മാടമ്പിൻ്റെ തിരക്കഥകളിലേക്ക് ആവശ്യമെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി സംസാരിക്കാനായി ശ്രീ MC രാജനാരായണനെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരക്കഥയെക്കുറിച്ച് അതിൻ്റെ ഒരു ചരിത്രത്തിനെ കുറിച്ചൊക്കെ മനസ്സിനൊരു നല്ല ഇൻട്രഡക്ഷൻ നൽകി. സിനിമാ സംവിധായകർക്കിടയിൽ ലോക സിനിമ സംവിധായകർ എടുത്താൽ തന്നെ പ്രബലമായ 2 വിഭാഗങ്ങളുണ്ടെന്ന് കാണാം. ഒന്ന് തിരക്കഥയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവർ, ഒന്ന് തീരെ പ്രാധാന്യം കൊടുക്കാത്തവർ. രണ്ട് സെക്ഷനായിട്ട് ഇവരെ നമുക്ക് മാറ്റാൻ കഴിയും. അതിൻ്റെ കാരണം ഈ തിരക്കഥ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സിനിമയുടെ ബ്ലൂ പ്രിൻ്റാണ്. കാരണം ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവുമല്ലോ. അതിന് മുകളിലാണ് പിന്നെ മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. ബേസിക് ആയിട്ട് വരുന്നത് തിരക്കഥയാണ്. നേരത്തെ മാനേഷം സൂചിപ്പിച്ച പോലെ ഇത് ഒരു ഗ്രന്ഥം, തിരക്കഥ ഒരു പുസ്തകം എനിക്ക് വായിക്കാൻ പറ്റുമെന്നുള്ളത് അത് MTയുടെ തിരക്കഥകൾക്ക് നല്ല സ്വീകാര്യതയുണ്ട്. ലോക സിനിമ എടുത്താണെങ്കിൽ വർഗവാൻ്റെ 4 സ്ക്രീൻ പ്ലേസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വെറും 4 തിരക്കഥകൾ മാത്രമാണ്. അത് വലിയ ആഘോഷിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പോൾ ലിറ്റററി ടെക്സ്റ്റ് എന്ന നിലയ്ക്കും അതിനൊരു സ്വീകാര്യത പലപ്പോഴും കൈവരാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് വേറെയാണ്. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഷോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് സംവിധായകൻ കൂടിയാണ് അതിലൊരു പങ്ക് പറ്റാറുണ്ട്. ഈ തിരക്കഥയിൽ മാറ്റി ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമായിട്ട് പലരും തയ്യാറാക്കാൻ ഈ സ്റ്റോറി ബോർഡ് മതി. പക്ഷേ പലപ്പോഴും മലയാളത്തിൽ പറയാറുണ്ട് MTയുടെ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും അത് സിനിമയാക്കാൻ പറ്റും. അതൊന്നും അത്ര സത്യസന്ധമായ കാര്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ MTയുടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ MTയുടെ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഹരിഹരനും ശശിയാണ്. അവരതിനെ ബേസ് ചെയ്തിട്ട് മുന്നോട്ട് പോയി. അതിൽ മറ്റ് പല ഘടകങ്ങളും വരുന്നത് സിനിമാ കമ്പൻഡിയം ഓഫ് ആൾ ആർട്സ് എന്ന് പറയും. അതിൽ സംഗീതം, മറ്റ് ഘടകങ്ങളൊക്കെ വരുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സംവിധായകനാണ്. അപ്പോൾ ഇത് ഒരു സ്ക്രിപ്റ്റിന് തുടക്കം മാത്രമേ ആവുകയുള്ളൂ. MTയുടെ പ്രത്യേകത എന്താ വെച്ചാൽ MT വളരെ വിശദമായിട്ട് എഴുതി വയ്ക്കാറുണ്ട്. പലപ്പോഴും ഒരു ഷോട്ട് എങ്ങനെ അവസാനിക്കണം, ഫെയ്ഡ് ഔട്ട്, ഫെയ്ഡിങ് മുതലായ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട് സത്യമാണ്. മാത്രമല്ല MT ഒരിക്കൽ പറഞ്ഞു, കാണാവുന്ന സാഹിത്യമാണ് തിരക്കഥ. ഏറെക്കുറെ MT തിരക്കഥ എഴുതാൻ പുറപ്പെട്ടപ്പോൾ MT വളരെ എന്താ പറയുക, വളരെ ഒരു കോൺഫിഡൻസോടുകൂടിയല്ല ഈ രംഗത്തേക്ക് വന്നത്. MT എന്നത് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാത്തൊരു ഇതാണ് സാഹിത്യത്തിൻ്റെ മേഖലയും സിനിമയിലേക്ക് വരുമ്പോൾ. MT അഭിപ്രായം ചോദിച്ചത് അന്നത്തെ പ്രമുഖ സംവിധായകനായിട്ടുള്ള രാമു കരിയാട്ടിനോടാണ്. അവരടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവരൊരുമിച്ച് വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. റഷ്യയിലൊക്കെ അവർ പോയതിനെക്കുറിച്ച് MT എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസും MTയുടെ ഒരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ട് മോസ്കോയിൽ സീറ്റിലൂടെ നടന്നതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായിരുന്നു, എങ്ങനെ ഒരു സീൻ കാണണം ആ രീതിയിലാണ് എഴുതേണ്ടത്. അതാണ് അതൊന്നായിരിക്കും പക്ഷേ കാണാവുന്ന സാഹിത്യം എന്ന് എനിക്ക് പറയാൻ കാരണം ഒരു സീൻ വിഷ്വലൈസ് ചെയ്തിട്ട് വേണം എഴുതാൻ. അവിടെ വാക്കുകൾക്കല്ല പ്രാധാന്യം. മാത്രമല്ല ഡയലോഗ് പലപ്പോഴും നമുക്ക് ഈ സിനിമയിലൊക്കെ സാഹിത്യം പറയുന്ന കഥാപാത്രങ്ങൾ അരോചകമായി തോന്നാറുണ്ട്. കാരണം നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു ആ രീതിയിലായിരിക്കും സംഭാഷണം. അതാണ് MTയുടെ പ്രത്യേകത. MTയുടെ ഒരു സിനിമയിൽ നക്ഷത്രങ്ങളാണെന്ന് എൻ്റെ പഞ്ചാഗ്നിയാണെന്ന് എൻ്റെ ഓർമ്മ. പഞ്ചാഗ്നിയിൽ തിലകൻ്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ചണ്ടിഭണ്ഡാരം
ഒരു നാടൻ പ്രയോഗമാണത്. അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് എനിക്ക് സംഭാഷണങ്ങൾ എഴുതുന്നത്. അതേ ക്വാളിറ്റി നമുക്ക് മാടമ്പിൽ കാണാൻ കഴിയും. മാടമ്പ് അറിയുന്ന ലോകമാണ്, അദ്ദേഹം അറിയുന്ന കാര്യങ്ങൾ, അറിയുന്ന ജീവിതമാണ് അദ്ദേഹം തിരക്കഥകളിലൂടെ ആവിഷ്കരിച്ച് അദ്ദേഹത്തിന് 2 പ്രധാന അവാർഡുകൾ. ഒന്ന് സാഹിത്യ അക്കാദമി അവാർഡ് നോവലിനും, നാഷണൽ അവാർഡ് തിരക്കഥയ്ക്കാണ്. തിരക്കഥയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ആൾക്കാർ വളരെ കുറവാണ്. എസ് എൽ കുരുത്തിനാണ് ആദ്യത്തെ അവാർഡ്, പിന്നെ എനിക്ക് കിട്ടിയിട്ട് അങ്ങനെ കുറച്ച് പേര്. അത് വലിയൊരു അംഗീകാരമാണ്. ഞാൻ ഒരിക്കൽ പനോരമ IFFIയുടെ ഭാഗമായിട്ട് ഗോവയിൽ പനോരമ സെക്ഷൻ 2 ഫീച്ചറും നോൺ ഫീച്ചറും. അപ്പോൾ ഞാൻ ഒരു പക്ഷേ നോൺ ഫീച്ചറിൻ്റെ ജൂറിയങ്ങായിട്ട് പോയ സമയത്ത് അവിടെ സ്ക്രീനിങ് ഒരുമിച്ചാണ് നടക്കുക. ഒരു തിയേറ്ററിൽ നോൺ ഫീച്ചറിൻ്റെ, മറ്റൊരു തിയേറ്ററിൽ ഫീച്ചറിൻ്റെ സ്ക്രീനിങ് നടക്കുക. അപ്പോൾ ആ ഫീച്ചർ സ്ക്രീനിങ്ങിൽ അന്ന് പനോരമയ്ക്ക് വേണ്ടി മത്സരിച്ച് പടമായിരുന്നു ദേശാടനം. അപ്പോൾ ആ അന്നത്തെ ജൂറി അത് കണ്ടതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു, ദേശാടനം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്ക്രീൻ ചെയ്യാം. അങ്ങനെ ഞങ്ങളും പിന്നെ അവരിൽ കണ്ടപേര് കുറച്ച് അവരും കൂടി ഇരുന്നുകൊണ്ട് ഞങ്ങൾ ദേശാടനം ഞാൻ കാണുന്നത് ഡൽഹിയിലാണ്, ഒഫീഷ്യൽ സ്ക്രീനിങ്ങിലാണ്. അത് കണ്ട ഉടനെ അതിലത്തൊരു ജൂറി മെമ്പർ, ആന്ധ്രയിൽ നിന്നുള്ളൊരു ജൂറി മെമ്പർ പറയുന്നുണ്ടായി, എത്ര പെർഫെക്റ്റ് ആയിരിക്കണം ഇതിൻ്റെ തിരക്കഥ. കാരണം ആ രംഗങ്ങൾ, പിന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതൊക്കെ ഇത് തന്നെയാണോ, ഈ രീതിയിലാണോ ഒരാൾ സന്യാസം സ്വീകരിക്കുന്നത്? അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അത് ഒതൻറ്റിക്കായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ഇത് എഴുതിയ ആൾ അത് ഒതൻറ്റിക്കായിട്ട് അറിയുന്നതിനെക്കുറിച്ച് അതിന് ആധികാരികമായി എഴുതാൻ കഴിവുള്ള ആളാണ്, അദ്ദേഹം അത് അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി കറക്റ്റ്, ഇറ്റ് മസ്റ്റ് ബി അക്യുറേറ്റ് എന്നേ പറയാനായിരുന്നു. കാരണം ഒരു കുട്ടി ഇനീഷ്യേറ്റ് ചെയ്യാണ് ഈ സന്യാസത്തിലേക്ക്. അത് സെൻറ്റിമെൻറ്റ്സൊക്കെ അതിൽ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ തന്നെ അതിനൊരു കോർ എന്ന് പറയുന്നത്, സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ജീവിതത്തോടുള്ള ഒരു ബന്ധമാണ്. നമ്മൾ സാഹിത്യത്തിലൊക്കെ ജീവിതഗന്ധി എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അതൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ തിരക്കഥകളും. പിന്നെ നമ്മൾ മൾട്ടി ടാലൻ്റഡ് എന്ന് പറയാറുണ്ട്. അതിന് ഒരു ഏറ്റവും ഉദാഹരണമാണ് മാധവ്. അത് അദ്ദേഹം അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല, എല്ലാ രംഗത്തും സാഹിത്യത്തിന് തിരക്കഥയിൽ സിനിമാ രംഗത്ത് എത്തിയിട്ടുള്ള പലരുമുണ്ട്. MT മുതൽ പത്മനാഭൻ വരെ. ഉറൂബിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഒന്നോരോ തിരക്കഥ മാത്രമേ ഉറൂബിന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇവരൊക്കെ പ്രത്യേകത ഈ സാഹിത്യത്തിലെ ഒരു സാഹിത്യത്തിൻ്റെ മർമ്മം അറിയുന്നവർക്ക് മറ്റ് രംഗങ്ങളിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഒരേ ഒരു ഉദാഹരണം പറയാം. അത് മോഹൻലാലിനോട് പറയുണ്ടായി. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഓരോരു തിരക്കഥയാണ് അത് ഭാർഗവീനില. അദ്ദേഹത്തിന് നീലവെളിച്ചം എന്നുള്ള തിരക്കഥ. അത് അദ്ദേഹം ആദ്യം അത് എഴുതാൻ വലിയ ബിൽഡിംഗ് ആയിരുന്നില്ല. അദ്ദേഹത്തിനെ കൊണ്ട് അവർ അതിൻ്റെ വിൻസെൻ്റായിരുന്നു അതിൻ്റെ ക്യാമറയും അതിൻ്റെ ഡയറക്ഷനും. വിൻസെൻ്റൊക്കെ പാടെ നിർബന്ധിച്ചാണ് അദ്ദേഹം എഴുതി. പക്ഷേ അത് തിരക്കഥ രൂപത്തിൽ അവൈലബിളാണ്. അതിമനോഹരമാണ് ആ തിരക്കഥ. അതാണ് ബഷീർ സിനിമയെക്കുറിച്ച് അറിഞ്ഞിട്ടാലും സിനിമയുടെ വലിയൊരു ആരാധകനോ ഒന്നുമല്ല അദ്ദേഹം. പക്ഷേ എങ്ങനെയാണ് തൻ്റെ കഥ, തൻ്റെ നീലവെളിച്ചമെന്ന കഥ ഭാർഗവീനിലയാകുമ്പോൾ സിനിമയാകുമ്പോൾ അത് എങ്ങനെയാണ് ആൾക്കാർ കാണേണ്ടത് എന്നൊരു ആംഗിളിൽ അത് എഴുതിയപ്പോൾ അതിമനോഹരമായ സ്ക്രിപ്റ്റായി മാറിയത്. അതുപോലെ തന്നെയാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ദേശാടനാവട്ടെ, കരുണമാവട്ടെ. പിന്നെ ഈ സംവിധായകനും തിരക്കഥാകൃത്തും തമ്മിലൊരു റേഷ്യോ ഉണ്ട്, ഒരു ബന്ധം വരാനുണ്ട്. അത് ലോക സിനിമ എടുത്താലും ശരി, ഇന്ത്യൻ സിനിമ എടുത്താലും ശരി, അത് വളരെ പ്രധാനമാണ്. സംവിധായകനും ക്യാമറമാനും എന്ന പോലെ തന്നെ നമുക്കറിയാം. ഇന്ത്യൻ സിനിമയിൽ സത്യജിത്ര എടുത്താൽ സൗമേന്ദു റോയ്, ഉന്നാസിനെ എടുത്താൽ KK മഹാജൻ, ശ്യാമിനെ എടുത്താൽ ഗോവിന്ദ് നിഹലാനി. കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അടൂരും മംഗളവർമ്മയും, അരവിന്ദനും ഷാജിയും കരുതും. ഇതൊക്കെ തന്നെ. കാരണം എന്താ, ഈ ഇക്വേഷൻ വരുമ്പോൾ സംവിധായകൻ്റെ മനസ്സ് വായിക്കാൻ, അത് പറയാതെ തന്നെ ആ കാര്യങ്ങളെ അറിയാനുള്ളൊരു കഴിവ് ഈ ക്യാമറമാന് ലഭിക്കുന്നു. ബർഗ്മാൻ സെൻ ന്യൂക്വിസ്റ്റിനെ കുറിച്ച് പറയാനുണ്ട്. ബർഗ്മാൻ പറയാതെ തന്നെ സെൻ ന്യൂക്വിസ്റ്റിനെ അറിയാം എന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്താണ്, ക്യാമറ എങ്ങനെ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ. കാരണം അത് പരസ്പരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു ബന്ധമാണ്, അല്ലെങ്കിൽ ഒരു അറിവാണ്. അതുപോലെ തന്നെ തിരക്കഥാകൃത്തിൻ്റെ കാര്യമാണ്. ജപ്പാനിലെ ഏറ്റവും മികച്ച സംവിധായകർ ത്രയം എന്ന് പറയാവുന്നത് കൊറോസോവ, ജസുജിറോ ഓസു, മിസോഗുച്ചിയാണ്. ഇതിൻ്റെ ഒസുവിന് കാക്കോനോഡ എന്ന് പറഞ്ഞൊരു തിരക്കഥാകൃത്തുണ്ട്, സ്ഥിരം തിരക്കഥാകൃത്ത അദ്ദേഹത്തിന്. ഇപ്പോൾ ജയരാജ് മാടമ്പിൻ്റെ കാര്യം പറഞ്ഞത്, മാടമ്പിൻ്റെ 5 തിരക്കഥകളും ജയരാജിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ കാക്കോനോടിയും ഒസുവും അവർ തിരക്കഥ എഴുതാൻ തീരുമാനിച്ചാൽ അവർ ഏതെങ്കിലും ഹിൽ സ്റ്റേഷനിൽ പോകും, ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് ഒരുമിച്ച് ഇരുന്നിട്ടാണ് എഴുതുന്ന. കാക്കോനോടെ ആണെങ്കിൽ ചില ഡിസ്കഷൻ ഇവർ പരസ്പരമാണ്. ആ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ അഭിനയിക്കേണ്ട ആൾക്കാരും തീരുമാനിക്കും. കാരണം ക്യാരക്ടേഴ്സിന് ഓരോ ക്യാരക്ടറിനും പറ്റിയ അഭിനേതാക്കളെ അവർ തന്നെ തീരുമാനിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഓസ് എഴുതാറുണ്ട്. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ഇത്രയും ദിവസം. ഇപ്പോൾ വേറെ മറ്റു കാര്യങ്ങൾ അവർ തിരക്കഥ എഴുതാൻ വേണ്ടി മാത്രമേ അവിടെ പോവുകയാണ്. അങ്ങനെ
തിരക്കഥ എഴുതി അത് കംപ്ലീറ്റ് ചെയ്ത് മടങ്ങുമ്പോൾ തന്നെ അവർ തീരുമാനിച്ചിട്ടാണ് കാസ്റ്റ് ആരൊക്കെ അഭിനയിക്കണം, ഏതൊക്കെ രംഗത്തുള്ളൂ. അപ്പോൾ അത്തരം ഒരു ഇക്വേഷൻ ഈ ജയരാജും മാടമ്പും തമ്മിലുണ്ടായിരുന്നതായി നമുക്ക് കാണാം. തീർച്ചയായും അത് തന്നെയാണ് അവരുടെ ചിത്രങ്ങളുടെ ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം. കാരണം ഇവർ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, പരസ്പരം അറിഞ്ഞുകൊണ്ട്, ഒരു സംവിധായകൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു രചനയാണ്. ആ രചനയുടെ ഒരു സാഫല്യമാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ കാണാൻ കഴിയുന്നത്. പിന്നെ നമുക്കറിയാം, ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ട്. അതിനുള്ളപ്പോൾ അദ്ദേഹവുമായി സിനിമയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഇതേ അങ്കണത്തിൽ നടക്കുന്നത് വളരെ പ്രധാനം. ഏതെങ്കിലും ഒരു ഹോളിലോ മറ്റൊരു സ്ഥലത്ത് നടക്കാതെ ഈ ഒരു ആംബിയൻസിൽ, ഈ ഒരു സ്ഥലത്ത് മാടമ്പിൻ്റെ ഒരു പ്രസൻസ്, അത് എന്താ നമ്മളറിയാതെ അറിയുന്ന ഒരു പ്രസൻസിൻ്റെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊരു യുണീക്ക് എന്ന് പറയാവുന്നതാണ്. പലപ്പോഴും മറ്റ് ഹോളുകളിലൊക്കെയാണ് ഇത്തരം അനുസ്മരണങ്ങളൊക്കെ നടക്കാറ്. ഇത് അതേ സ്ഥലത്ത്, അതേ ആംബിയൻസ്. പക്ഷേ പലരും ഇവിടെ സ്ഥിരമായി വന്നവരുണ്ടാവാം, അപൂർവമായി വന്നവരുണ്ടാവാം. യൂണിവേഷനൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു, PT അദ്ദേഹം പറഞ്ഞ അനുഭവം പറഞ്ഞു. PT-യൊക്കെ അത് സ്വന്തം സഹചര്യമായിരുന്നു മാടമ്പിൻ്റെ. അദ്ദേഹമാണ് ആശ്വതം പ്രതികരിച്ചത്. പിന്നെ സിനിമയെക്കുറിച്ച് PT പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ്, സിനിമയിൽ ചില നിമിത്തങ്ങളുണ്ട്, ചില അപൂർവമായി സംഭവിക്കുന്ന ചില കാര്യമുണ്ട്. മാടമ്പ് ആദ്യം അശ്വത്ഥമാരെ അഭിനയിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. സുകുമാരൻ പിന്മാറിയപ്പോഴാണ് അത് ഫില്ല് ചെയ്യാനാണ് വരുന്നത് മാടമ്പ്. ഇത് ഇങ്ങനെ പല ഘടകങ്ങൾ സിനിമയിൽ സംഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഹിന്ദി സിനിമയിൽ ഇങ്ങനെ ഉദാഹരണം പറയാൻ പറ്റും. ഒരു നടൻ വരാത്തതുകൊണ്ട് നടനായ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഒരു നിരന്തരം സംഭവിക്കുന്ന കാര്യമാണ് സിനിമയിൽ. അത് പോസിറ്റീവായി മാറുന്നു. ഇപ്പോൾ ഉദാഹരണം മാടമ്പ് അശ്വത്ഥമാല അഭിനയിച്ചപ്പോൾ ഒരുപക്ഷെ സുകുമാരൻ ചെയ്യുന്നതിനേക്കാൾ പോസിറ്റീവായിട്ട് റിസൾട്ടാണ് ഉണ്ടായത്. അത്തരം അത്തരം എന്താ പറയുക, ഒരു നിമിത്തങ്ങൾ സിനിമയുടെ ഒരു ഭാഗമാണ്. തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമുക്ക് സമയപരിമിതിയുണ്ട്. കാരണം എൻ്റെ ചർച്ചയിലേക്ക് കിടക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ബാഹുബലി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് 51 കൊല്ലം മുമ്പാണ് എന്ന് കുറച്ച് മുമ്പാണ് ഓർത്തത്. PT അദ്ദേഹം പറയേണ്ടായല്ലോ, 50 കൊല്ലം മുമ്പാണ് ഞാനിവിടെ ആദ്യം വരുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് ഉള്ള വർഷം 74 ആണ് ഇവിടെ വരുന്നത്. അത് അന്ന് ഞാൻ വിദ്യാർത്ഥിയാണ് സെൻറ് തോമസ് കോളേജിൽ. എൻ്റെ സുഹൃത്ത് സരോവരം, സുഹൃതം തുടങ്ങിയ മാസികകളുടെയൊക്കെ പിന്നീട് എഡിറ്ററായിരുന്നു. അന്ന് അദ്ദേഹം അവിടെ കോളേജിലെ സാഹിത്യ സമാജത്തിൻ്റെയോ അല്ലെങ്കിൽ മലയാള അസോസിയേഷൻ്റെയോ സെക്രട്ടറി അങ്ങനെ എന്തുമാണ്. അപ്പോൾ അവിടേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും രഘുരാമനും കൂടി ഇവിടെ വന്നത് ഇപ്പോൾ ഓർക്കുകയാണ്. അന്ന് അവിടെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുന്നു. അത് ഞാനിങ്ങനെ ചുറ്റി നടന്ന് ഈ ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴാണ് ഓർത്തത്. അത് അന്നിവിടെ പറഞ്ഞത്, അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത് പോലെ അധികം പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അത് അന്നവിടെ പറഞ്ഞ ഒരു കാര്യം, അത് ഞാനൊരു ആനക്കാരനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊക്കെ ഞാൻ മറന്നു. ഇപ്പം നിറയെ ആനകളുടെ പടം ഇവിടെ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ കരുണം എന്നുള്ള സിനിമയ്ക്ക് മികച്ച തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. അതേ വർഷം തന്നെയാണ് എനിക്ക് മികച്ച നിരൂപകനുള്ള അവാർഡും ലഭിച്ചത്. ആ വർഷം കേരളത്തിന് 13 അവാർഡ് ഉണ്ടായിരുന്നു. ഓർമ്മകൾ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അന്നാണ് ഷാജിക്ക് മാനപ്രശ്ന അവാർഡ് കിട്ടുന്നത്, മോഹൻലാലിന് അവാർഡ് കിട്ടുന്നത്. അങ്ങനെ 13 അവാർഡുണ്ട്. അത് ഞാൻ ഓർത്തു. എനിക്ക് തോന്നുന്നത് 2000-ലാണ് അത് ലഭിക്കുന്നത്. അന്ന് ഷാജിയും ഞാനും മാടമ്പുമൊക്കെ മുണ്ടെടുത്തിട്ടാണ് അവാർഡ് മേടിക്കാൻ വേദിയിൽ ചെന്നത്. ഇന്ന് കെ ആർ നാരായണനാണ് ഇന്ന് തന്നത്. കെ ആർ നാരായണൻ അന്ന് എന്തോ എൻ്റെ ചെവിയിൽ മലയാളത്തിൽ പറയുകയും ചെയ്തു. അവിടെ നോർത്തു അത്രയുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 തിരക്കഥകൾ. ഇത് പറയുന്നതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം.
തിരക്കഥാരചനയിൽ ലോകപ്രശസ്തനായുള്ള ആള് ഷോൺ ക്ലോഡ് കാരിയറാണ്. അദ്ദേഹത്തിന് നമ്മുടെ സർക്കാർ, ഭാരത സർക്കാർ പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. ഷോൺ ക്ലോഡ് കാരിയർ കുറേ തിരക്കഥകൾ പലർക്കും വേണ്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരക്കഥാകൃത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മളോട് പ്രഖ്യാപിക്കുന്ന ഒരു അവാർഡ് പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. ഷോൺ ക്ലോഡ് കാരിയർക്ക് പത്മശ്രീ കൊടുത്തത്. ഞാൻ 2 തിരക്കഥാകൃത്തുക്കളെയാണ് സമീപിച്ചിട്ട് അഭിമുഖം നടത്തിയിട്ടുള്ളത്. ഒരാൾ മാടമ്പ്, മറ്റൊരാൾ ജയമോഹൻ. 3-മതൊരാളെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു ഓൺലൈനിൽ. അത് ഷോൺ ക്ലോഡ് കാരിയറാണ്. അദ്ദേഹം ആവാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അലസത കൂടെ നടക്കുകയുണ്ടായില്ല. ഇനിയിപ്പോൾ അദ്ദേഹമായിട്ട് അങ്ങനെ ഓൺലൈനിലോ അല്ലാണ്ടോ അഭിമുഖം നടത്താൻ പറ്റില്ല. പെട്ടെന്ന് ഓർത്തു അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് 2 തിരക്കഥകളെ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുകയാണ്. തിരക്കഥകളല്ല, ഈ ഷോൺ ക്ലോഡ് കാരിയറുടെ ഒരു പുസ്തകമുണ്ട്, ദ സീക്രട്ട് ലാംഗ്വേജ് ഓഫ് സിനിമ. അതിൽ ഒരു അധ്യായം തിരക്കഥയെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ ആ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു, ആ അധ്യായവും ഞാൻ മറന്നു എന്ന് പറയാം. ഒരു ആശയം ഒഴിച്ചിട്ട്. ആ ആശയം എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്നത്, ഇംഗ്ലീഷ് വിവർത്തനത്തിൽ പറയുന്നത്, സ്ക്രീൻ പ്ലേ ഈസ് ദാറ്റ് വിച്ച് ഡിസോൾവ്സ് ഇൻ ടു ദ ഫിലിം എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു സിനിമയിൽ നിന്ന് തിരക്കഥയെ കണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ പല സിനിമകളുടെയും അവലോകനമൊക്കെ കാണാം. ഹിന്ദു വായിക്കുകയാണെങ്കിൽ ഹിന്ദുവിൽ SR പ്രവീൺ പതിവായിട്ട് എഴുതുന്നു. എല്ലാ വെള്ളിയാഴ്ച തോന്നുന്നു. SR പ്രവീൺ പതിവായിട്ട് തിരക്കഥയെക്കുറിച്ച് എഴുതുന്നുണ്ട്, തിരക്കഥയെ പറ്റി അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല, അത് എങ്ങനെയാണ് പറ്റുക എന്നുള്ളത്. ഈ ഷോൺ ക്ലോഡ് കാരിയർ പറഞ്ഞുള്ളത് തിരക്കഥ സിനിമയിൽ അലിഞ്ഞു പോകുന്ന ഒന്നാണ്. അത് കുറേയൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് കഥ അങ്ങനെയൊക്കെ സാമാന്യമായിട്ടൊക്കെ പറയാം. സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആളുകൾക്ക്, അവർക്ക് ചിലപ്പോൾ അങ്ങനെ സിനിമ കണ്ടിട്ട് തിരക്കഥയെക്കുറിച്ച് പറയാൻ പറ്റുമായിരിക്കും. അല്ലാതെ സിനിമ നിരൂപകർക്ക് അതങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് പെട്ടെന്ന് ഓർത്തു. ഈ കരുണം, പരിണാമം, അപ്പോൾ ഈ 2 സിനിമകൾക്കും അദ്ദേഹമാണ്, മാടമ്പാണ് തിരക്കഥ എഴുതിയുള്ളത്. കരുണത്തിനാണ് ദേശീയ അവാർഡ്. ഈ പരിണാമം എന്നുള്ള സിനിമ, അത് ഉദ്യോഗസ്ഥ വേണു, വളരെ പ്രശസ്തമായുള്ള ഒരു ചലച്ചിത്രമാണ്. എന്താ ഇപ്പോൾ പറയുക അതിനെപ്പറ്റി, ആദ്യത്തെ മൾട്ടി സൂപ്പർ സ്റ്റാർ ഫിലിം എന്നൊക്കെയാണ് ഇപ്പം അതിനെപ്പറ്റി പറയുന്നത്. സത്യനും ഷീലയും നസീറും ശാരദയും അങ്ങനെ എല്ലാവരും അണിനിരക്കുന്നൊരു പടമാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രമാണ് പരിണാമം. അതിൻ്റെ തിരക്കഥ ഇദ്ദേഹമാണ്. അതിൽ ഇത് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. മാടമ്പ് അതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സംഭാവന എന്താണെന്ന് എനിക്കറിയില്ല. മാനമ്പ് എന്താണ് തിരക്കഥ എഴുതിയുള്ളത് എനിക്കറിയില്ല, തിരക്കഥ വായിക്കാത്തതുകൊണ്ട്. പക്ഷെ അവസാന ഭാഗത്ത് ഒരു രംഗം ഇങ്ങനെയാണ്. അപ്പോൾ അമ്മയും അച്ഛനും കാറിൽ കയറി, എല്ലാവരും കാറിൽ കയറി. എത്രയായാലും കാറ് സ്റ്റാർട്ടാവുന്നില്ല. അപ്പം ശബ്ദം മാത്രം ഇങ്ങനെയുണ്ട്, സ്റ്റാർട്ടാവുന്നില്ല. ഈ സന്ദർഭത്തിൽ അമ്മ, കവിപന്നമ്മ ഉടനെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങി വീട് പൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് ടു ലെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ആ പടിക്കൽ നിലത്തിരുന്ന് കരയുകയാണ്. അപ്പോൾ പേരക്കുട്ടി വന്നിട്ട് ആ ടു ലെറ്റ് എന്നുള്ളത് തിരിച്ചു വയ്ക്കും. അങ്ങനെ അവരുടെ കരച്ചിലാണ് ഈ പരിണാമം എന്നുള്ള സിനിമ അവസാനിക്കുന്നത്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ അവസാനം കാറ് സ്റ്റാർട്ടാവുന്നില്ല എന്നുള്ളതിൻ്റെ ഈ ശബ്ദമുണ്ടല്ലോ, അത് തിരക്കഥയിലുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ ഞാൻ കണ്ട് സംസാരിക്കുമ്പോൾ അത് 2011 ഇറങ്ങിയ ഈ പുസ്തകത്തിൻ്റെ അഭിമുഖമുണ്ട്. പരിണാമം അന്ന് ഇറങ്ങിയതെന്ന് എനിക്കറിയില്ല, പിന്നെയാണ് തോന്നുന്നു ഇറങ്ങിയിട്ടുള്ളത്. അത് ചോദിക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ആ ശബ്ദം
തിരക്കഥാകൃത്ത് എഴുതിയണമെന്നറിയില്ല. ഞാൻ ഈ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, ശബ്ദത്തെക്കുറിച്ച് എഴുതാറുണ്ടോ തിരക്കഥയിൽ? അപ്പം നല്ല അടുപ്പമുള്ള സംവിധായകനാണ് എന്ന് വെച്ചാൽ പല വിശദാംശങ്ങളും എഴുതില്ല. നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ, പക്ഷെ പുതിയ ആൾക്കാരാണ് എങ്കിൽ വിശദാംശങ്ങൾ എഴുതാറുണ്ട്, ശബ്ദം സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഏതാ സിനിമ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതൊരു സിനിമയിൽ ശബ്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ അഭിമുഖത്തിൽ പറയുന്നതാണ്. തീവണ്ടിയിൽ യാത്രയാണ്, സ്വന്തം അനുഭവത്തെക്കുറിച്ച് പറയാണ്. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തീവണ്ടി ചോരുന്നുണ്ട്. ഇപ്പം ചുറ്റുമുള്ള ആളുകളൊക്കെ പോയി. ഇപ്പം മാഡം പറഞ്ഞത് മാഡം അവിടെ തന്നെ ഇരുന്നു എന്നാണ്, ആ സംഗീതവും കേട്ടുകൊണ്ടെന്നാണ്. മറ്റെല്ലാവരോടൊന്നും പോയെങ്കിലും ചീറ്റയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് പോയെങ്കിലും അവിടെ തന്നെ ഇരുന്നു എന്ന് പറയാനുണ്ടായി. ഇപ്പോൾ ശബ്ദം ശ്രദ്ധിക്കുന്ന ആളാണ് എന്ന് അന്ന് അഭിമുഖത്തിൽ മറുപടി പറയാനുണ്ടായി. ഈ 2 സിനിമകളെ കരുണവും പരിണാമവും, രണ്ടിലും ഈ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അതിന് നിമിത്തമായതൊരു പത്രവാർത്തയാണ്. കർണാടകയിലെ തോന്നുന്നൊരു കാഞ്ചികാമകോടി സ്വാമികൾ കാണാണ്ടേ 1-2 ദിവസം പത്രത്തിൽ അതായിരുന്നു വാർത്ത. അത് തന്നെയാണ് അദ്ദേഹം ഒന്ന് തല തിരിച്ചിട്ട് ദേശാടനാക്കിയതാണ്. ദേശാടന ഒരു കുട്ടിയാണ്, കുട്ടി സന്യാസിയാകാൻ പോകുന്നതാണ്. സത്യത്തിൽ ആ പത്രവാർത്തയാണ് ഈ കുട്ടിയുടെ ഒരു കഥയിലേക്ക് പോയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കുട്ടി പ്രധാന കഥാപാത്രമായിട്ട് അദ്ദേഹം ഒരു തിരക്കഥ ആനന്ദഭൈരവിയാണ് ജയരാജ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടിയാണ് കേന്ദ്ര കഥാപാത്രം, കഥകളിയാണ് പശ്ചാത്തലം. മറ്റൊരു ചിത്രം ജയരാജ് സംവിധാനം ചെയ്തിട്ടുള്ളത് അത് മകൾക്കാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചിലതൊക്കെ ഓർമ്മ ശരിയാണോ എന്നൊക്കെ തോന്നുന്നു. കുറച്ച് കാലമായിട്ട് അങ്ങനെയുണ്ട്. അടുത്തൊരിക്കൽ എവിടെ വെച്ചിട്ട് എന്നോട് കേട്ടിരുന്ന എൻ്റെ സുഹൃത്തു എന്ന് പറഞ്ഞ് ഓർമ്മയെ പറ്റി യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത്. പക്ഷെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയുന്നതൊക്കെ ശരിയാണോ, ഓർമ്മ ശരിയാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നും എന്ന് കേട്ടു. മകൾക്ക് എന്നുള്ള സിനിമ ഇദ്ദേഹം തന്നെയാണ് തിരക്കഥ എന്നാണ് എൻ്റെ ഓർമ്മ. ജയരാജൻ്റെ ചിത്രമാണ്. ഈ മകൾക്ക് എന്നുള്ള സിനിമയ്ക്ക് ആധാരം ഒരു ഫോട്ടോ ആണ്. ഫോട്ടോഗ്രാഫറായിട്ടുള്ള രാജൻ പൊതുവാളൻ, അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഉണ്ട്, രാജസൂയം എന്ന് പറഞ്ഞിട്ട്. ആ ഡോക്യുമെൻ്ററി എന്നാണ് എനിക്കത് ആദ്യം മനസ്സിലായത്. രാജൻ പൊതുവാള് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ഒരു അമ്മയും കുട്ടിയും കാണാനുണ്ടായി. ആ ഒരു എടുത്ത ഫോട്ടോ ആണ് ജയരാജന് ഈ ഒരു സിനിമയ്ക്ക് പ്രചോദനമായത് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ജയരാജന് നവരസങ്ങളെ ആധാരമാക്കിയിട്ട് സിനിമകൾ പഠിക്കണമെന്നുണ്ടായിരുന്നു. അല്ല, ഒന്നാണ് കരുണം. അപ്പോൾ എല്ലാ പാവലിനും ആധാരമാക്കിയിട്ടുള്ള സിനിമകളിലെ തിരക്കഥ മാടമ്പല്ല എഴുതിയുള്ളത്. പക്ഷെ ചിലതൊക്കെ മാടമ്പ് എഴുതിയിട്ടുണ്ട്. മാടമ്പ് തിരക്കഥ എഴുതിയിട്ടുള്ള മറ്റു 2 സിനിമകൾ അത് നേമം പുഷ്പരാജനാണ്, ഗൗരി ശങ്കരവും കുക്കുലിയാർ. കുക്കുലിയാർ എന്നുള്ള സിനിമയിൽ മനോജ് കെ ജയനാണ് നായകൻ. മറ്റൊരു കാര്യം, തൃശ്ശൂർക്കാർ ധാരാളം പേര് അവർക്കൊക്കെ കണ്ടുപരിചയമുള്ള ഒരു അമ്മയും മകനും. തൃശ്ശൂർ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീയും അവരുടെ മകനുമായിട്ട് തൃശ്ശൂർ നഗരത്തിൽ അലഞ്ഞു നടക്കുന്നത് തൃശ്ശൂർ നഗരത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ 2 കഥാപാത്രങ്ങളെ ആധാരമാക്കിയിട്ട് ഒരു സിനിമയുണ്ട്. അത് മൗനം എന്നാണ് പേര്. അത് മാതൃവന്ദനം എന്നാണ് പേര്. മൗനം സുരേഷ് പച്ചലാണ്, മാതൃവന്ദനം എന്നാണ് പേര്. അതിൽ ജഗതിയും സുകുമാരിയാണ്
അഭിനയിക്കുന്നത്. അതിൻ്റെ അവസാനത്തിൽ പടിഞ്ഞാറേ ചെറിയറ്റാണ്, അവിടെയാണ് അത് അവസാനിക്കുന്നത്. MK ദേവരാജാണ് മാതൃവന്ദനം സംവിധാനം ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം, MK ദേവരാജ് മാടമ്പിൻ്റെ തിരക്കഥയുടെ ആധാരമാക്കിയിട്ട് ഒരു TV സീരിയലും ചെയ്തിട്ടുണ്ട്. തോറ്റങ്ങൾ, കോവിലൻ്റെ തോറ്റങ്ങൾ ആധാരമാക്കിയിട്ട് ആണത്. കോവിലനാണ് മാടമ്പിനെ മാതൃഭൂമിയിലേക്ക് അയച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ കാണിച്ചപ്പോൾ കോവിലൻ പറഞ്ഞു അത് മാതൃഭൂമിക്ക് അയക്കാനായിട്ട്. അങ്ങനെയാണ് വിശ്വത്തമ്മാവ് വഴി മാടമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയത്. സേതു ഇയാൾ അദ്ദേഹം സംവിധാനം ചെയ്തൊരു ചിത്രമാണ് ശ്യാമരാഗം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു തിരക്കഥ എഴുതി തുടങ്ങിയതാണ് പൂർണ്ണേന്ദു മുഖി. അത് പൂർണ്ണമായില്ല. അതുകൊണ്ട് ശലഭം എന്ന് പറഞ്ഞൊരു തിരക്കഥയുണ്ട്. അത് സുരേഷ് പാലാഞ്ചേരി എന്ന് പറഞ്ഞ സംവിധായകന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പുറത്തുള്ള ആനക്കാരൻ്റെ പടങ്ങൾ കണ്ടപ്പോൾ അതിലെ ഒരു രംഗം ഓർത്തു. ഈ ശലഭം എന്നുള്ള സിനിമയിൽ മാടമ്പ് അഭിനയിക്കുന്നത് കാളവണ്ടിക്കാരനായിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ തിരക്കഥയെക്കുറിച്ച് ശരിക്ക് പഠിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സിനിമകളെ മുൻനിർത്തിയിട്ടാണ്. അത് തിരക്കഥയായിട്ട് ലഭിച്ചാൽ മാത്രമേ കിട്ടൂ. അപ്പോൾ മക്കളും വിനോദമൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും തറ്റപ്പുറത്തുണ്ടോ എന്ന് നോക്കിയിട്ട് അത് പുസ്തകമായിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വരും തലമുറയ്ക്ക് അത് സഹായകരമാവും. കാരണം പണ്ടത്തെ പോലെ അല്ല. തിരക്കഥ എന്ന് പറയുന്നത് കുറച്ചു കാലമായിട്ട് കേരളത്തിലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തിരക്കഥാ സാഹിത്യം എന്നുള്ളൊരു സങ്കല്പത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പലരും അതിനെതിരെ സംസാരിക്കാറുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു നാടകം സാഹിത്യമാകും എന്ന് വരികില്ല. ഞാൻ നാടകം പഠിപ്പിച്ചുള്ളതാണ്, കോളേജിൽ നാടകം പഠിപ്പിച്ചുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തിരക്കഥയ്ക്കും സാഹിത്യമാകാം. തീർച്ചയായിട്ടും നമ്മൾ ചെറുകഥ, കവിതാക്ക പോലൊരു സാഹിത്യമല്ല, മറ്റൊരു തരത്തിലുള്ള സാഹിത്യ രൂപമാണ്. അപ്പോൾ ആ രീതിയിൽ മാടമ്പിൻ്റെ തിരക്കഥകൾ വീണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ ആ തിരക്കഥകളൊക്കെ ആധാരമാക്കിയിട്ട് ആളുകൾ പഠിക്കാനുള്ള സാധ്യതകൾ ഇപ്പുണ്ട്. കാരണം ഇപ്പോൾ MTയെക്കുറിച്ച് പറയേണ്ടായാലും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ടൊരു തിരക്കഥ പാഠപുസ്തകമായിട്ട് വരുന്നത് നിർമാല്യം ആണെന്നാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അത് പാഠപുസ്തകമായിട്ട് വന്നത് എനിക്കറിയാം. ആ സന്ദർഭത്തിൽ ഈ സിനിമയില്ല. സിനിമയുണ്ട്, പക്ഷെ നമുക്ക് ലഭ്യമല്ല. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഹേമമാലിനി ടീച്ചർ, സെൻറ്റ് മേരീസിലെ ടീച്ചർ എന്നോടിത് പറയാണ്ടേ, സിനിമ ഇവിടെ നിന്ന് കിട്ടുക. സിനിമ പിന്നീട് എനിക്ക് മോഹൻകൃഷ്ണനാണ് തന്നത്. ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് DVD ആയിട്ട് ഇത് ലഭ്യമായിരുന്നില്ല. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ സിനിമകളൊക്കെ ഈ മൗനം അല്ലെങ്കിൽ ശലഭം ഇതൊക്കെ ഉണ്ട്, യൂട്യൂബിലുണ്ട് എന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കി. അടുത്ത 2 ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കിയത്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ പലതും ലഭ്യമാണ്. അപ്പോൾ തിരക്കഥയെക്കുറിച്ച് പുതിയ തലമുറ കൂടുതൽ ആഴത്തിൽ പഠിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് സഹായകമാകുന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ തിരക്കഥകളെ എവിടെയെങ്കിലൊക്കെ വീണ്ടെടുത്തിട്ട് പുസ്തകമാക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ തിരക്കഥ എന്ന് പറഞ്ഞിട്ട് പലതും വായിക്കുന്നുണ്ട് എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് നീലക്കുയിലിൻ്റെ തിരക്കഥ എഴുതിയുള്ളത് എൻ്റെ ഒരു സുഹൃത്താണ്. അതേപോലെ ഇല്ല എന്ന് വെച്ചാൽ സിനിമ കണ്ടിട്ട് തിരക്കഥ
എഴുതിയിട്ടൊക്കെ ചെയ്തത്. അനൂപ ഗീതാഹിരണ്യൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു പട്ടാമ്പിയിൽ. അനൂപാണ് തിരക്കഥ സിനിമ കണ്ടിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഈ തിരക്കഥ എന്നിട്ട് വായിക്കുന്നത് മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാവണമെന്നില്ല, സിനിമയിൽ നിന്ന് എഴുതിയതാവാം. MTയുടെ ഒക്കെ വേണമെങ്കിൽ വ്യത്യാസം ഉണ്ടാവാം. ഏതായാലും മാടമ്പിൻ്റെ തിരക്കഥകൾ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എവിടെയെങ്കിലുമൊക്കെ അത് വീണ്ടെടുക്കാൻ പറ്റുകയാണെങ്കിൽ സംവിധായകരിൽ നിന്നോ അത് ഇവിടെ ഉണ്ടെങ്കിൽ വീണ്ടെടുത്തിട്ട് പുസ്തകരൂപത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൊഫസർ ഷൺമുഖദാസ് മാഷൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഞാൻ പറയാൻ ബാക്കി വെച്ച എല്ലാ കാര്യങ്ങളും പറയാനുള്ള സമയമില്ല. കൂടി പറഞ്ഞ് നമുക്ക് പാനൽ ചർച്ചയിലേക്ക് കിടക്കാം എന്ന് വിചാരിക്കുന്നു. ആദ്യം ഷൺമുഖദാസ് മാഷ് പറഞ്ഞ ഒരു കാര്യം തന്നെ എനിക്ക് പറയാനുണ്ട്. ഇതിനൊരു ട്രസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് മാടമ്പിൻ്റെ തിരക്കഥകളും സിനിമകളെന്ന് ഞാൻ പറയുന്നത് ജയരാജ് സംവിധാനം ചെയ്ത് അടക്കമുള്ള സിനിമകൾ. കാരണം സിനിമകൾ സംരക്ഷിക്കപ്പെട്ടാലേ തിരക്കഥകൾ ബാക്കിയുണ്ടാവുള്ളൂ. അത് സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം അതിൻ്റെ ട്രസ്റ്റിൻ്റെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം പറയാം. കരുണം എന്നുള്ള സിനിമ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ്. ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടി അതൊന്ന് കാണാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അതിൻ്റെ പ്രിൻ്റ് ഇപ്പോൾ എവിടെയും ലഭ്യമല്ല. ഇനി ജയരാജിൻ്റെ പേഴ്സണൽ ആയിട്ടൊരു കോപ്പി ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. രണ്ടാമത് അശ്വത്ഥമാവ് ഒന്നും കൂടി കാണണമെന്ന് വിചാരിച്ചു. അപ്പം അശ്വത്ഥമാവിൻ്റെ നല്ല കോപ്പി നാഷണൽ ഫിലിം ആർക്കൈവിലുണ്ട്. പക്ഷെ അത് നമുക്ക് കാണണമെങ്കിൽ 10,000 ഉറുപ്പ്യയും ടാക്സും കൊടുക്കണം. 2,000 ഉറുപ്പ്യ 12,000 ഉറുപ്പ്യ കൊടുത്തിട്ട് അശ്വത്ഥമാവ് കാണുക എന്നുള്ളത് ഏതെങ്കിലും ഫിലിം സൊസൈറ്റിക്ക് പോലും ഇന്ന് സാധ്യമായ കാര്യമല്ല. അപ്പോൾ അത്തരം സിനിമകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നമ്മൾ കൂട്ടായി നടത്തേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ മാടമ്പിൻ്റെ സിനിമയോ ജയരാജിൻ്റെ സിനിമയുടെ ഒന്നും പ്രശ്നമല്ല. അരവിന്ദൻ്റെ പല സിനിമകളും കിട്ടാനില്ല. അരവിന്ദനൊക്കെ ഇപ്പോൾ എത്ര അടുത്ത കാലത്താണ് മരിച്ചത്, അല്ലെങ്കിൽ ഒരു 1970 ശേഷം സിനിമ എടുത്തവരല്ലേ, അവരുടെ പല സിനിമകളും കിട്ടാനില്ല. അടൂരിൻ്റെയാണ് ഏറെക്കുറെ എല്ലാ സിനിമകളും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലൊരു ശ്രമം ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെങ്കിൽ നന്നായിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഷൺമുഖദാസ് മാഷ് പറഞ്ഞ ഒരു കാര്യം എനിക്കത് വളരെ രസകരവും കൗതുകരമായി തോന്നി. അതായത് ചില സീനുകൾ സിനിമയിൽ നമ്മൾ കാണുന്ന ചില സീനുകൾ യഥാർത്ഥത്തിൽ മാടമ്പ് എഴുതിയതാണോ അത് സംവിധായകൻ്റെ വകയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. നമ്മൾ സിനിമ കണ്ടിട്ട് തിരക്കഥയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. തിരക്കഥ ആദ്യം വായിക്കുകയും പിന്നീട് സിനിമ കാണുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് വിലയിരുത്താൻ പറ്റും. നമ്മുടെ ഈ ഒരു വിലയിരുത്തലിലൊക്കെ തന്നെയുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ തിരക്കഥ മുൻനിർത്തി സിനിമയെ വിലയിരുത്താറില്ല. അതിപ്പോൾ MTയുടെ സിനിമയാണെങ്കിൽ പോലും തിരക്കഥ ആദ്യം വായിക്കുകയും ആ തിരക്കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണോ അതിൽ നിന്ന് മുന്നോട്ട് പോയതാണോ ഈ സിനിമ എന്ന് ഒരിക്കലും വിലയിരുത്തൽ നടത്താറുണ്ട്. വേറൊരു വിലയിരുത്തൽ നടത്താറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോവല് സിനിമയാക്കുമ്പോൾ നോവലുമായിട്ട് സിനിമ എത്രമാത്രം യോജിച്ചു പോകുന്നുണ്ട്, അതിൽ നിന്ന് എത്രമാത്രം വിട്ടുപോയിട്ടുണ്ട്, എത്ര അകന്നു പോയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ നടത്താറുണ്ട്. അതാണ് പൊതുവായി പറയാനുള്ളത്. പിന്നെ മാടമ്പിൻ്റെ തിരക്കഥയുടെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നത് ഈ അശ്വത്ഥമാവ് എന്ന സിനിമയിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ നോവലാണെങ്കിൽ ഈ നമ്പൂതിരി ജീവിതത്തിൻ്റെ ചില ആന്തര സംഘർഷങ്ങൾ ആദ്യമായി സിനിമയിലും നോവലിൽ അതിനു മുമ്പേ വേറെ രീതിയിൽ അഗ്നിസാക്ഷിയിൽ വന്നിട്ടുണ്ട് കേട്ടോ, അദ്ദേഹം വിട്ടുകളയുന്നില്ല. വന്നത് അശ്വത്ഥമാവിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നേരത്തെ വീണൊക്കെ ഉണ്ണികൃഷ്ണനൊക്കെ പറഞ്ഞ ഈ അസ്തിത്വവാദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ അസ്തിത്വവാദത്തെക്കുറിച്ച് നമ്മളൊക്കെ ആ കാലത്ത് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പൊതുവെ കേരളീയർ തന്നെ വിലയിരുത്തിയിരുന്നത് ഇതൊരു വൈദേശികമായ ഒരു കാര്യമാണ്, അല്ലാതെ കേരളീയർ ഇത് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നമ്പൂതിരി ഇല്ലത്തിനകത്ത് വളരെ പണ്ഡിതനായ ഒരാൾ പഠിച്ച ഒരു ആള് അനുഭവിക്കുന്ന ഒരു തരം അസ്തിത്വ പ്രതിസന്ധി എങ്ങനെ ആവിഷ്കരിക്കാം എന്നുള്ളതാണ്
അശ്വത്ഥമാവ് എന്ന സിനിമ. അശ്വത്ഥമാവ് നോവലിനേക്കാളും ഒരുപാട് മുന്നോട്ട് പോയതായിട്ടാണ് പൊതുവെ ആ സിനിമയെ മറ്റു പലരും വിലയിരുത്തിയിട്ടുള്ളത്. കാരണം നോവലിൽ കാണാത്ത പല ഘടകങ്ങളും കെ.ആർ. മോഹൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് അതിലാവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി. പിന്നെ മാടമ്പിൻ്റെ ഒരു പൊതു തിരക്കഥയുടെ ഒരു പൊതു സ്വഭാവം, അത് നമ്പൂതിരി ജീവിതത്തെക്കുറിച്ച്, അതെന്തോ ഒരു മോശം കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമ്പൂതിരി ജീവിതത്തിൻ്റെ സൂക്ഷ്മതകൾ സിനിമയിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ നോവലിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ദേശാടനത്തിൽ അത് വരുന്നുണ്ട്. ദേശാടനത്തിൽ ആ രീതിയിലല്ലെങ്കിലും പിന്നെ ഈ ഗൗരി ശങ്കരത്തിൽ വളരെ വിശദമായി തന്നെ ഈ വിവാഹ ചടങ്ങുകളൊക്കെ വരുന്നുണ്ട്. നമ്പൂതിരി സമുദായത്തിൻ്റെ വിവാഹ ചടങ്ങുകളൊക്കെ വരും. മാടമ്പ അഭിനയിച്ച പല സിനിമകളിലും അദ്ദേഹത്തിന് നമ്പൂതിരി കഥാപാത്രം, അതൊരു ടൈപ്പ് കഥാപാത്രം പോലെ കിട്ടിയതായിരിക്കാം. പലർക്കും അങ്ങനെ കിട്ടാറുണ്ട്. ഇപ്പം നെടുമുടി വേണുവിനൊരു പ്രത്യേകതരം കഥാപാത്രം എന്നുള്ള രീതിയിൽ പല കഥാപാത്രം നമ്പൂതിരി അത് അവതരിപ്പിക്കാൻ ഏറ്റവും മിടുക്കനായ ഒരു ആളുമാണ് മാടമ്പെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊതുവായി അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെ നമ്മൾ തിരക്കഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് എനിക്ക് തോന്നിയൊരു സംഗതി, പൊതുവെ എല്ലാ സിനിമകളും ദുഃഖ പര്യവസായിയായ സിനിമകളാണ്. ഇതിൻ്റെ അവസാനം ഏതാണ്ട് എല്ലാ സിനിമകളുടെ ഒരു സ്വഭാവമാണ്. അതെങ്കിൽ പോലും ഇപ്പോൾ ദേശാടനം പോലൊരു സിനിമ, അതിലാ സന്യാസിയായ കുട്ടി വീട്ടിലും ഗതിയില്ലാതെ അപ്പുറത്തേക്ക് സന്യാസ മഠത്തിലേക്ക് തന്നെ തിരിച്ചു ഓടിപ്പോകുന്ന ഹതാശമായ ഒരു 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 അവസ്ഥയിലാണ് അത് അവസാനിക്കുന്നത്. ഇപ്പോൾ ഷൺമുഖദാസ് മാഷ് സൂചിപ്പിച്ച പരിണാമം എന്ന സിനിമ, അതാണ് മാടമ്പ് വ്യത്യസ്തമായ നമ്പൂതിരി കഥാപാത്രം അല്ലാത്തൊരു ഒരു ബാലകൃഷ്ണക്കുറുപ്പ് എന്ന മറ്റാണ് അതിലെ കഥാപാത്രത്തിൻ്റെ പേര്. ഒരു റിട്ടയർഡ് തഹസിൽദാരാണ് അദ്ദേഹം. ഈ തഹസിൽദാറിൻ്റെ കാര്യം, ഈ സിനിമ പലപ്പോഴും ഈ റിയാലിറ്റിയെ വേണ്ടത്ര കണക്കിലെടുക്കാത്തതിനെ കുറിച്ച് വിമർശനം വരാറുണ്ട്. നമ്മൾ അതറിയുന്നവരെ ഇപ്പോൾ ഈ അടുത്ത കാലം വരെ കോടതിയിലെ ഒരു ചുറ്റികയായിരിക്കുന്ന ഒരു മജിസ്ട്രേറ്റിനെ നമുക്ക് കാണുമായിരുന്നു. ഒരു ചുറ്റികയായിട്ടാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കോടതിയിലും അങ്ങനെ ഒരു രംഗമില്ല. ഇപ്പം അത് മാറിയിട്ടുണ്ട്. അതുപോലെ ഈ പരിണാമം സിനിമയിൽ റിട്ടയർ ചെയ്ത് വരുന്ന തഹസിൽദാരായ ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് അവർ IAS തന്നില്ല. തഹസിൽദാർ എന്ന് പറഞ്ഞാൽ ഒരു ഗസറ്റഡ് പോസ്റ്റാണ്, എൻട്രി കേഡറിലെ ഗസറ്റഡ് പോസ്റ്റാണ്. നമ്മുടെ BDO ഒക്കെ പോലെ സീനിയർ സൂപ്രണ്ട് പോലുള്ള ഒരു പോസ്റ്റാണ്. ഈ തഹസിൽദാർക്ക് ഒരിക്കലും IAS കിട്ടില്ല. IAS കിട്ടണമെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ ഞാൻ എൻ്റെ അറിവുള്ള കാലത്ത് അങ്ങനെയാണ്, 8 കൊല്ലം സർവീസ് ഉണ്ടായിരിക്കുകയും തുടർന്ന് ഒരു 3 കൊല്ലം സർവീസും കൂടി ബാക്കി ഉണ്ടാവുകയും ചെയ്യുന്നവരെ മാത്രമേ ഗവൺമെൻറ് IASന് പരിഗണിക്കൂ. അത് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ചില സൂക്ഷ്മ വ്യതിയാനങ്ങൾ സിനിമകളിലൊക്കെ വരാറുണ്ട്. ഇതറിയാത്തവർ ഇതൊക്കെ വിശ്വസിച്ച് പോവുകയും ചെയ്യും. അതൊരു പ്രധാന കാര്യം എന്നുള്ള നിലയ്ക്കല്ല. അത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പലപ്പോഴും നിർമാല്യവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ദിവാരനൊക്കെ നന്നായിട്ട് അറിയാം. നിർമാല്യം സിനിമ കാണുന്ന കണ്ണങ്കാവിലോ മൂക്കുതലയിലോ വരാത്തവർ വിശ്വസിച്ചിരിക്കുക ഈ കണ്ണങ്കാവ് അമ്പലത്തിൻ്റെ താഴെ കൂടി ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട് എന്നാണ്. നിർമാല്യത്തിൽ ഈ പുഴ കടന്ന് നേരെ മേലേക്കാവിലേക്കാണ് കയറുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ട വെള്ളമൊക്കെ എടുക്കുന്നത്. പക്ഷെ അത് MT തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സിനിമയുടെ ഒരു തന്ത്രമാണ്. അവിടെ പുഴയില്ല, MTക്ക് പുഴ ഇല്ലാതെ ഒരു സിനിമയോട്ട് സാധ്യമല്ല. അതുകൊണ്ട് തിരുമിറ്റക്കോട് അമ്പലത്തിലെ പുഴയെ കണ്ണങ്കാവ് അമ്പലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ സിനിമയിൽ പലതും സാധ്യമാണ്. ഈ യാഥാർത്ഥ്യം ആ രീതിയിൽ തന്നെ വേണമെന്ന് നമുക്ക് ശഠിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഈ മാടമ്പിൻ്റെ തിരക്കഥകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ എല്ലാ സിനിമകളും അല്ലെങ്കിൽ 4-5 സിനിമകളെ എടുത്തത് പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഞാനൊന്ന് ചുരുക്കി പറയുന്നതാണ്. അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ചർച്ചയിൽ വരാം. നേരത്തെ പറഞ്ഞ പോലെ പൊതുവെ നമ്പൂതിരി ജീവിതത്തിൽ പോകുന്നുണ്ട്. നമ്പൂതിരി ജീവിതം അല്ലാത്ത മകൾക്ക് പോലുള്ള വ്യത്യസ്തമായ സിനിമകളുണ്ട്, പരിണാമം പോലുള്ള സിനിമകളുണ്ട്. പിന്നെ ഈ സവർണ ജാതിയുടെ പ്രശ്നങ്ങൾ, അതിലും എന്തെങ്കിലും അങ്ങനെ ഒരു പ്രമേയം സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. അതാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു സ്വഭാവം. പിന്നെ നേരത്തെ പറഞ്ഞ എല്ലാം ഒരു ദുഃഖത്തിൽ അവസാനിക്കുന്ന സിനിമകൾ. പിന്നൊന്ന്, ഈ ആധുനികതയുടെ ഇടപെടലുകൾ വളരെ കുറവുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആധുനികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വസ്തു സാമഗ്രികളാണ് ഉദ്ദേശിച്ചത്. പലതിലും ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പോലും പരാമർശമില്ല.
ഒരേ ഒരു സിനിമയിലാണ് ഈ കറണ്ട് പോകുന്നതിനെ കുറിച്ച്, പരിണാമം എന്ന സിനിമയിലാന്ന് തോന്നുന്നു, ഈ ബാലകൃഷ്ണ കുറുപ്പ് വൈകി വരുമ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് സ്റ്റെപ്പിൽ തട്ടി വീണ് കാലൊടിയുന്ന ഒരു അവിടെയാണ് കറണ്ടിനെ കുറിച്ച്. ഫോണിനെ കുറിച്ച് പൊതുവെ പരാമർശമില്ല. ഈ ഫോൺ വരുന്നത് തന്നെ ഗൗരി ശങ്കർ എന്നുള്ളൊരു സിനിമയിലാണ് ഞാൻ കണ്ടത്. അവിടെ ഇവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു കോഡ്ലെസ് ഫോണിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കാണുന്നു. പിന്നെ പൊതുവെ പഴമയുടെ ഇടങ്ങൾ, അമ്പലങ്ങൾ, ഇല്ലങ്ങളൊക്കെയാണ് അദ്ദേഹം സാക്ഷാത്കരിച്ച സിനിമകളുടെ ഒരു ഭൗതിക പരിസരം എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയേണ്ടതാണ്. പക്ഷെ നമ്മുടെ സമയപരിമിതി കാരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ഇതിനെക്കുറിച്ച് തുടർന്ന് ചർച്ച ചെയ്യാം. സിനിമയെക്കുറിച്ച് പറയുമ്പോഴേ MT പത്മരാജൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. മറ്റു പേരുകൾ, മാടമ്പ് ഉൾപ്പെടെയുള്ള മറ്റു പേരുകൾ അങ്ങനെ വരാറില്ല. അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സംശയം. സാഹിത്യത്തിൽ വേണ്ട എസ്റ്റാബ്ലിഷ്ഡ് ആണ്, സാഹിത്യത്തിൽ നിന്ന് സിനിമയിൽ വന്നതാണ്, ആ ഒരു ഘടകമാണ്. അതല്ലാതെ ഇപ്പോൾ കലൂർ, ഡെന്നിസ്, ഒരുപാട് ചക്രവർത്തികളുണ്ട്. പക്ഷേ ഇവിടെ ഇവർക്കുള്ള പ്രത്യേകത എന്താ വെച്ചെങ്കിൽ സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് വരാണ്. അപ്പോൾ സാഹിത്യത്തിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, സാഹിത്യത്തിലൂടെ ഒരുപാട് ആരാധകർ അവർക്കുണ്ട്. ആ ഒരു റീസണാണ് പ്രധാന റീസൺ. പിന്നെ അവരൊരു അപ്രോച്ച്, സിനിമയോടുള്ള അവരൊരു സമീപനം വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്ന്. രണ്ട് തരംതിരിവ് പറയുകയാണെങ്കിൽ അവർ കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള, കുറേ കൂടി മീനിങ് ആയിട്ടുള്ള രചനയാണ് അവർ താല്പര്യം. മാടമ്പിൻ്റെ സിനിമാ ലോകത്തെയും അദ്ദേഹത്തിൻ്റെ ആ വഴികളിലൂടെ സഞ്ചാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഒന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. നമുക്ക് മാടമ്പിനെ ഒരു ആക്സിഡൻ്റൽ ഫിലിം പേഴ്സണാലിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമോ? കാരണം അദ്ദേഹം സാഹിത്യ രചനകൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് എഴുതുന്ന കാര്യങ്ങളാണ്. പക്ഷേ സിനിമാ ലോകത്ത് നമ്മൾ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേമാതിരി ഒരു ആക്സിഡൻ്റൽ ഫിലിം പേഴ്സണാലിറ്റി ആണോ? അദ്ദേഹം അഭിനേതാവായതിൻ്റെ കഥ നേരത്തെ അറിയാം, വീട്ടിൽ പറയുകയും ചെയ്തു. ആക്സിഡൻ്റലാണല്ലോ. സുകുമാരൻ 10 ദിവസം അഭിനയിച്ചതാണ്, ഷൂട്ടിംഗ് കഴിഞ്ഞതാണ്. പക്ഷെ പിന്നീട് എനിക്കറിയാം, അദ്ദേഹം അന്നേ പ്രശസ്തനാണ് സുകുമാരൻ പ്രധാനപ്പെട്ട നടനായി. അപ്പോൾ മാടമ്പ് ആക്സിഡൻറ്റിൽ നിന്ന് മാത്രം പറയാൻ പറ്റുമോ? കൂട്ടുകാരൊക്കെ സിനിമയിലെ കൂട്ടുകാരുണ്ട്. ഇപ്പോൾ അശ്വത്ഥമാവ് സിനിമയായപ്പോൾ അതിൽ രാമനാരാണ് എഡിറ്റർ. രാമനാർ, PK നായരുടെ അനിയൻ രാമനാരാണ്, അദ്ദേഹമാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവരോട് ചർച്ച ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയുള്ള ഒരു കാര്യം, തിരക്കഥ അപ്പോൾ MTയുടെ കാര്യത്തിൽ MT തിരക്കഥ എഴുതും, എന്നിട്ടത് കൊടുക്കും എന്നാണ് പറയാറ്. സാധാരണഗതിയിൽ സിനിമയിൽ തിരക്കഥ എന്ന് പറയുന്നത് സംവിധായകരും തിരക്കഥാകൃത്തുകളും ചേർന്നിട്ടാണ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഇതിലൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ KG ജോർജ് ആരുമായിട്ടാണ് എനിക്ക് ഓർമ്മയില്ല, യവനികയുടെ പേരിൽ SL പുരമായിട്ട് ഒക്കെ പിന്നീട് എന്തൊക്കെയോ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംവിധായകൻ്റെ സംഭാവനയുണ്ട് അതിൽ, സംവിധായകനുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ നടത്തിയ അഭിമുഖത്തിൽ ജയരാജുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ആദ്യം സംവിധായകനുമായിട്ട് സംസാരിക്കും പൊതുവെ കാര്യങ്ങൾ, എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെയാണ്, തന്നെ എഴുതും. എന്നിട്ട് പിന്നെ ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്ക് തിരുത്തേച്ച്, അതധികം വേണ്ടി വന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ തിരുത്തുന്നധികം വേണ്ടി വന്നില്ല എന്നും അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റിൽ നിന്ന് നമുക്കിപ്പോൾ, ഞാൻ സത്യത്തിൽ മലയാളം BAക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ചൊരാളാണ്. അച്ഛൻ പറഞ്ഞു മലയാളം BA എടുക്കണ്ട, ഇംഗ്ലീഷ് BA എടുത്താൽ മതി. ആ ഒരു തീരുമാനം അത് ആക്സിഡൻ്റലാണോ? ഞാൻ വാശി പിടിച്ചിരുന്നു വിചാരിക്കുക. കേരള കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ചേരേണ്ടതാണ്. അത് വീട്ടിൽ ശരി അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ശരി അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അടുത്ത ഇതാണ് മലയാളം എടുക്കണ്ട പറഞ്ഞു, ഇംഗ്ലീഷ് എടുത്തു. അത് ആക്സിഡൻറ്റിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് വലിയ
അനുഭവങ്ങൾ ഉണ്ടായത്. ഇംഗ്ലീഷ് MA പഠിച്ചതുകൊണ്ടാണ് ഞാൻ ബോംബെയിൽ പോയത്. പക്ഷേ ബോംബെയിൽ പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കണമെന്ന് കൂടിയും പറയാം. കാരണം സിനിമയുടെ ധാരാളം കാണാനിടയെ കേരളത്തിൽ ഉണ്ടായിരിക്കുക വിചാരിക്കുക. ആ ഒരു 3 കൊല്ലം അതിന് പകരം ബോംബെയിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ധാരാളം സിനിമകൾ അവിടെ വെച്ച് കാണാൻ കഴിയുണ്ടായി. ഒരു എക്സ്പോഷർ ഉണ്ട്. സിനിമകളിൽ മാത്രമല്ല. അപ്പോൾ ആക്സിഡൻ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പലതും ആക്സിഡൻ്റലാണ്. അങ്ങനെ വിജയിച്ചതിനെ പിന്നെ നമ്മൾ വിജയിച്ചൊരു കാര്യത്തെ നമ്മൾ നന്നായി എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം, ഇപ്പോൾ ഇതിൽ തന്നെ വിശുദ്ധമായി തന്നെ എനിക്ക് അതിൽ സുകുമാരനെ കുഞ്ചുണ്ണിയുടെ വേഷത്തിൽ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. മാടമ്പിനെ തന്നെയാണ് ഞാൻ സങ്കല്പിക്കുന്നത്. ഒരുപക്ഷെ സുകുമാരനായിരുന്നെങ്കിൽ ആ റോള് ഇത്ര നന്നാവുമായിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നും. സുകുമാരൻ അഭിനയിച്ചാൽ അത് ഫിക്സഡ് ആയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരുപക്ഷെ സ്വീകരിക്കുമായിരിക്കും. മറ്റൊരു ഉദാഹരണം നിർമ്മാല്യമായി ബന്ധപ്പെട്ട് പറയാം. നിർമ്മാല്യത്തിലെ വെളിച്ചപ്പാടിൻ്റെ റോളിലേക്ക് നിശ്ചയിച്ചത് ശങ്കരാടിയായിരുന്നു. ശങ്കരാടി ആ റോളിൽ നമുക്ക് PJ ആൻ്റണിയുടെ അഭിനയം കണ്ടതിന് ശേഷം നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ശങ്കരാടി തന്നെയാണ് പറഞ്ഞത്, ഞാനല്ല അതിലേക്ക് പറ്റിയ ആള് PJ ആൻ്റണിയാണ്. അങ്ങനെയാണ് PJ ആൻ്റണി പോയി കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞാൽ പല പാട്ടുകൾ ഞാൻ ആലോചിക്കാറുണ്ട്. ഈ പാട്ട് ജയചന്ദ്രന് പകരം യേശുദാസ പാടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള രൂപത്തിൽ. അതൊന്നും ആക്സിഡൻ്റൽ എന്നുള്ള രൂപത്തിലല്ല. അപ്പോൾ വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വളരെ ശരി എന്ന് സ്വീകരിക്കുകയും പലതും ഇങ്ങനെ യാദൃശ്ചികമായും ആക്സിഡൻ്റലായിട്ടും ഒക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നു. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വല്ല നിമിത്തം എന്നൊക്കെ ഉള്ള വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് മാഷ് പറഞ്ഞതിൻ്റെ കൂട്ടിച്ചേർക്കലായിട്ട് പറയാം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് ഓരോരുത്തർ ഈ മൗനം സിനിമ ഇപ്പോൾ യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സിനിമ കേട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ആ സിനിമയിലെ പാട്ട് വളരെ പ്രശസ്തമാണ്. കുരിശു വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിന്നാലും ദൈവം ഒന്ന് പറഞ്ഞ MD രാജേന്ദ്രൻ എഴുതിയ പാട്ട് അത് ഭയങ്കര ഹിറ്റായി. അതൊക്കെ ഓർത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ കാലത്ത് PT പറഞ്ഞൊരാശയം ഈ അസ്തിത്വവാദത്തെ കുറിച്ചിട്ട് പറയേണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ആ അസ്തിത്വവാദത്തിലൂടെ കടന്നു വന്നുള്ളതാണ്. പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അതൊക്കെ വായിച്ച് സാഹിത്യത്തിലേക്ക് അങ്ങനെയാണ് ആകർഷിക്കപ്പെടുന്നത്. കൂടാതെ അസ്തിത്വവാദത്തെ അങ്ങനെ തള്ളിക്കളയണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം ലോകത്തിലെ ആദ്യത്തെ അസ്തിത്വവാദി ബുദ്ധനാണ് എന്നൊരു ആശയമുണ്ട്. ആദ്യത്തെ അസ്തിത്വവാദി, the first existentialist. The first existentialist is supposed to be the Buddha. മാഡമിൻ്റെ ഒരു നോവല് മഹാപ്രസ്ഥാനം, അത് ബുദ്ധനായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ? അതെ. ആ നോവൽ എഴുതുന്നതായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ടിബറ്റിൽ പോയിന്റ് തോന്നുന്നു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം അഭിമുഖത്തിനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ദലൈലാമ ചോദിച്ചു അത്ര, ഈ കേരളത്തിലൊക്കെ ധാരാളം പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, അവിടെ എന്താ നോൺ വെജിറ്റേറിയൻ? ഞങ്ങൾ ബുദ്ധിസ്റ്റ് പാർട്ടി ആയിരുന്നില്ല. ദലൈലാമ ശ്രമിച്ചിട്ടുണ്ട് വെജിറ്റേറിയൻ ആവാൻ, പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇദ്ദേഹത്തോട് ചോദിച്ചതായിട്ട് എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ പറയുണ്ടായി. സുകുമാരൻ്റെ ഇത് പറഞ്ഞല്ലോ. അപ്പോൾ സുകുമാരൻ മുമ്പ് അഭിനയിച്ചൊക്കെ കളഞ്ഞിട്ടാണോ അത് സുകുമാരൻ്റെ കണ്ടിന്യൂഷനായിട്ട് മാടമ്പി വരികയാണോ ചെയ്തത്? സുകുമാരൻ വരാതിരുന്നപ്പോഴാണ് മാടമ്പി രംഗത്ത് വന്നത്. 10 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് സുകുമാരൻ പോയത്. അതെ, സുകുമാരന് തിരിച്ചു വരാൻ പറ്റിയില്ല. ഇല്ല, അതുകൊണ്ട് അത് കളഞ്ഞിട്ടാണ്. ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ വിനീത നമസ്കാരം.
ഞാൻ ഇന്ദിര വാസുദേവൻ, ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ അനുജനായ മാടമ്പ് വാസുദേവൻ്റെ ഭാര്യയാണ്. ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ. അദ്ദേഹം നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, അഭിനേതാവ് എന്നിങ്ങനെ ഒട്ടനവധി വിവിധ മേഖലകളിൽ തൻ്റെ പ്രാവീണ്യം തെളിയിച്ച ഒരു മഹത് വ്യക്തിയാണ്. എന്നാൽ അത്തരം ഏതെങ്കിലും ഒരു മേഖലയിൽ പോലും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അറിവോ കഴിവോ എനിക്കില്ല. ഞാൻ കുഞ്ഞേട്ടനെ എന്നും കണ്ടിട്ടുള്ളത് വാത്സല്യവും കരുതലുമുള്ള എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായിട്ടാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ബോംബെക്ക് പോയി. അന്ന് വണ്ടി കയറാനായിട്ട് തൃശ്ശൂർക്ക് പോയപ്പോൾ എൻ്റെ പല ബന്ധുക്കളും വന്ന കൂട്ടത്തിൽ കുഞ്ഞേട്ടനും വന്നിരുന്നു. അച്ഛനമ്മമാരെയും നാട്ടിൽ എല്ലാവരെയും വിട്ടു പോകുന്നതിനുള്ള വിഷമവും സങ്കടവുമായി അങ്ങനെ നിൽക്കുമ്പോൾ കുഞ്ഞേട്ടൻ അടുത്ത് വന്ന് ചോദിച്ചു, ഇത്ര പരിഭ്രമമോ? എന്ന് വെച്ചാൽ പരിഭ്രമിക്കേണ്ട എന്ന് പറയുന്ന അത് തന്നെയാണ് മനസ്സിലാക്കിയത്. ബോംബെയിൽ എത്തിയാൽ ഈ കത്ത് തിരുമേനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലൊരു കത്ത് കുഞ്ഞേട്ടൻ തന്നു. ഈ തിരുമേനി എന്ന് പറയുന്ന ആൾ അന്ന് ബോംബെയിൽ കാൽടെക്സ് ഓഫീസിൽ ബോംബെയിൽ സെറ്റിൽഡ് ആയിരുന്ന ഒരു നമ്പൂതിരിയാണ്. അദ്ദേഹം കാൽടെക്സിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു, സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പമുള്ള അനവധി ബാച്ചിലേഴ്സിൻ്റെ ഒരു ലോക്കൽ ഗാർഡിയനായിരുന്നു അദ്ദേഹം. തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞേട്ടൻ ബോംബെയിൽ പോയ അവസരത്തിൽ ഇദ്ദേഹത്തെ പരിചയപ്പെട്ട് അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. തിരുമേനിക്ക് കുഞ്ഞേട്ടൻ തന്നുവിട്ട കത്ത് ഞാനും വായിച്ചു. അതിലെഴുതിയിട്ടുള്ളത് ഇപ്രകാരമായിരുന്നു: തൃശ്ശൂർ വിട്ട് എങ്ങോട്ടും പോകാത്ത കുട്ടിയാണ്, വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ട്, എൻ്റെ അനിയത്തിയെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് എഴുതിയിരുന്നത്. ബോംബെയിലെത്തി തിരുമേനിയെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. സ്വന്തം മകളെ പോലെ അന്ന് അദ്ദേഹം എന്നും എന്നെ കരുതുമായിരുന്നു. അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു, ഏകദേശം എൻ്റെ പ്രായക്കാരിയായിട്ട്. ഞങ്ങൾ വലിയ കൂട്ടുകാരായി മാറി. പിന്നീട് ബോംബെയിലായിരുന്നപ്പോഴും പിന്നീട് ഞങ്ങൾ ബോംബെ വിട്ട് സിഡ്നിക്ക് പോയപ്പോഴും നാട്ടിൽ വരുമ്പോഴെല്ലാം ഞങ്ങളെ കുഞ്ഞേട്ടൻ സ്വാഗതം ചെയ്തു. വടികടന്ന് ഇറങ്ങെത്തുമ്പോൾ നിറഞ്ഞ ചിരിയുമായി ഉമ്മറത്തിരിക്കുന്ന കുഞ്ഞേട്ടൻ്റെ രൂപം എന്നെന്നും മനസ്സിലുണ്ടാകും. ആ സ്നേഹവും കരുതലും എന്നും ഓർക്കാനും കുഞ്ഞേട്ടൻ്റെ സ്നേഹ സാന്നിധ്യം ഇവിടെ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ മക്കൾക്കും വല്യച്ഛന് വലിയ കാര്യമായിരുന്നു. മകൻ്റെ ഉപനയനം, സമാവർത്തനം എന്നിവയെല്ലാം കുഞ്ഞേട്ടനാണ് ചെയ്തത്. ഒരു ദിവസം എൻ്റെ മകൻ, വല്യച്ഛ എനിക്ക് നെറ്റിയിൽ വെളുത്ത പെയിൻറ് വേണം, പൂണൂല് വേണം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ശരിയാക്കി തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 8 വയസ്സുകാരൻ്റെ ഒരു മോഹമല്ലേ, എന്തെങ്കിലും ഒരു നൂലെടുത്തൊരു പൂണൂലോ അല്ലെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അതൊന്നുമല്ല. ശരിക്കും ഉപനയനം വിധിപ്രകാരം എല്ലാ ബന്ധുമിത്രാദികളെയും വിളിച്ച് ഗംഭീരമായി നടത്തി. അദ്ദേഹം തന്നെ മുൻകരുതലെടുത്തു. കുഞ്ഞേട്ടൻ തന്നെയാണ് അവനെ ഉപനയനം, സമാവർത്തനം എല്ലാം ചെയ്തത്. പിന്നീട് എൻ്റെ മക്കളുടെ 2 പേരുടെയും വിവാഹം കാര്യങ്ങളെല്ലാം കുഞ്ഞേട്ടൻ തന്നെയാണ് മുൻകൈയെടുത്ത് നടത്തി തന്നത്. ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ കുഞ്ഞേട്ടൻ്റെ വർത്തമാനങ്ങളും കഥകളും കേട്ട് വൈകുന്നേരം കുറേ നേരം ഇരിക്കാറുണ്ട്. സ്വന്തം യാത്രാ വിവരണങ്ങളും സിനിമ അനുഭവങ്ങളും അങ്ങനെ പലതരം അനുഭവങ്ങളും വളരെ സരസമായി പറഞ്ഞ് ഇരിക്കാറുണ്ട്. കുഞ്ഞേട്ടൻ പറയുന്ന കഥകൾ കേട്ട് ഇരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയാറില്ല. കുറേ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ എന്തിനാ എവിടേക്കാ പോണേ, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ഇരുത്തും. വീണ്ടും ഇരുന്ന് കുറേ നേരം കൂടെ കഥകൾ കേൾക്കും. അങ്ങനെയായിരുന്നു. കുഞ്ഞേട്ടന് എല്ലാവരോടും സ്നേഹവും ബഹുമാനവുമായിരുന്നു. വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അദ്ദേഹത്തിനുള്ള കഴിവ് പ്രത്യേക എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിനയവും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സന്മനസ്സും അനുഭവിച്ചറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഈ ഗുണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ പകരം വയ്ക്കാനാകാത്ത മനുഷ്യസ്നേഹിയാക്കുന്നത്.
He always respected everyone and he has earned respect that way. He is so unique. കുഞ്ഞേട്ടന് ഞങ്ങളുടെ നമസ്കാരം. വല്യച്ഛന് ട്രിബ്യൂട്ടായിട്ട് ഞങ്ങളുടെ മക്കൾ ഫ്യൂ ലൈൻസ് വാട്സാപ്പ് വഴി അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ അതും കൂടെ ഒന്ന് വായിച്ചോട്ടെ. I would like to say a few words about Valyachan on this occasion to honor his memory. I would like to say a few words about Valyachan on this occasion to honor his memory. I have very fond memories of visiting Illathu in my childhood days, and this was something I always looked forward to. I remember the excitement as the taxi turned this way. I could see my Muthashan sitting on the easy chair, and after a few years Valyachan sitting on the same chair at Padinyapurathu. I used to really enjoy sitting on the bench at the Padinyapurathu and listening to Valyachan's talk about his experiences, the people he met, and the movies he was involved in, and the books he was writing, etc. Another favorite pastime of mine was exploring Valyachan's rooms upstairs. I would spend hours upstairs there looking through his books and numerous collectibles. I miss my Valyachan and will always treasure the time and memories with him. A few lines my son has written about him as well. My son's name is Shankar Vasudevan. He has written this way: I would like to send this message to honor my Valyachan on his anniversary function. I will miss Valyachan deeply and will always remember spending time with him whenever we visited Illathu. Some of my fondest memories of Valyachan include borrowing books from his library upstairs and reading those with him. Valyachan performing my Upanayanam and Samavartanam. Watching his films such as Deshadanam and Karunam. Valyachan was a loving and respectable person, and I always cherish his memories. Thank you all very much. നമസ്കാരം. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മാടമ്പിൻ്റെ സംഭാവനകളെ വിലയിരുത്തിയ ഒരു പാനൽ ചർച്ചയാണ് ഇവിടെ നടന്നത്. ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ലഭ്യമല്ലാത്ത ഉണ്ടാവട്ടെ എന്നൊരു പ്രത്യാശ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ലഭ്യമല്ലാത്ത കാര്യത്തെക്കുറിച്ച് ചർച്ചയിൽ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ സംഘടിപ്പിച്ച് സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം മാടമ്പ് ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് അറിയിക്കട്ടെ. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആർക്കൈവ് ഇവിടെ ഉണ്ടാക്കാനുള്ള ശ്രമവും ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ടെന്ന് അറിയിക്കുകയാണ്. ഈ ചർച്ചയിൽ സ്വാഗതം ആശംസിച്ച ഡോക്ടർ സാവിത്രി ദിവാകരൻ, അതുപോലെ സിനിമയിൽ തിരക്കഥയുടെ പ്രസക്തി, അതുപോലെ മാടമ്പിൻ്റെ തിരക്കഥകൾ എന്നിവയെക്കുറിച്ച് ഉള്ള ഒരു ചർച്ചയെ നയിച്ച, അതിൽ ക്രിയാത്മകമായി പങ്കെടുത്ത് സംസാരിച്ച മോഡറേറ്ററായ ശ്രീ മോഹന കൃഷ്ണൻ, അതുപോലെ മാടമ്പിൻ്റെ തിരക്കഥകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചും, ജയരാജുമായുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച്, അതുപോലെ നാഷണൽ അവാർഡ് ലഭിച്ച കരണം പോലുള്ള സിനിമകളെക്കുറിച്ച്, ഓരോ സിനിമയേക്കും നയിച്ച സന്ദർഭങ്ങളെക്കുറിച്ച് ഇതൊക്കെ വിശദമായി പ്രതിപാദിച്ച ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ശ്രീ MC രാജനാരായണൻ, ശ്രീ I ഷൺമുഖദാസ് എന്നിവർക്കും ഫൗണ്ടേഷൻ്റെ പേരിൽ, മാടമ്പ് കുഞ്ഞൂട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.